വേദിയിലും സദസ്സിലും സന്നിഹിതരായ പ്രിയ കുടുംബാംഗങ്ങളെ ഏവർക്കും സാദര നമസ്കാരം. ഇത് രാമായണ മാസമാണ്. രാമായണം രാമന്റെ അയനം യാത്ര. രാമൻ രമിപ്പിക്കുന്നവൻ, സന്തോഷിപ്പിക്കുന്നവൻ. ആരുടെ പേര് കേട്ടാലാണോ ത്രേതായുഗവും ദ്വാപരയുഗവും കഴിഞ്ഞ് ഈ കലിയുഗം 5127 നമ്മൾ സന്തോഷിച്ചുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെയുള്ള രാമനെ കുറിച്ച് ചിന്തിക്കുവാനുള്ള ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം ബഹുമാന്യനായ DYSP ഉത്തംദാസ് സാർ നിർവഹിച്ചപ്പോൾ എനിക്കൊരു ഉത്തം സിംഗിനെയാണ് ഓർമ്മ വരുന്നത്. നിങ്ങൾ ഉത്തം സിംഗിന്റെ കഥ കേൾക്കുമെന്ന് അറിയില്ല. മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള മഹാരഥന്മാരുടെ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് കേട്ട് അതിൽ മുങ്ങിപ്പോയ ഒരുപാട് അറിയപ്പെടാത്ത മഹാത്മാക്കളുണ്ട്. അതിലൊന്നാണ് ഉത്തം സിംഗ്. ജാലിയൻവാലാബാഗിൽ ആയിരക്കണക്കിന് ആളുകളെ വെടിവെച്ച് കൊല്ലുവാൻ നേതൃത്വം കൊടുത്ത ജനറൽ ഡയറിനെ 15 വയസ്സുള്ള ഉത്തം സിംഗ് കൊല്ലാൻ തീരുമാനിച്ചു, തിരിച്ചു കൊല്ലം. പക്ഷെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ആ പ്രായമുള്ളവന് അത് ചെയ്യാൻ പറ്റില്ല. അവൻ അച്ഛനോട് എല്ലാ ദിവസവും പൈസ ചോദിച്ചുകൊണ്ടേയിരുന്നു ഭക്ഷണം കഴിയാൻ. ആ പൈസ അവൻ സ്വരുക്കൂട്ടി വെച്ചു. അങ്ങനെ 19ാമത്തെ വയസ്സിൽ അവനൊരു തോക്ക് വാങ്ങിയപ്പോഴേക്ക് ജനറൽ ഡയർ ബ്രിട്ടനിലേക്ക്. 21 വയസ്സ് പൂർത്തിയായപ്പോൾ ഉത്തം സിംഗ് നേരെ ബ്രിട്ടനിലേക്ക് വെച്ചു. ബ്രിട്ടനിൽ അനേക വർഷം തെരുവോരത്തും മറ്റും അലഞ്ഞ് തിരിഞ്ഞു നടന്നു. ജനറൽ ഡയറിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു ദിവസം ജനറൽ ഡയർ ടാക്കീസിലേക്ക് തിയേറ്ററിലേക്ക് സിനിമ കാണാൻ പോകുന്നത് കണ്ടു. പിന്നാലെ പോയി ഉത്തം സിംഗ് തൊട്ട് പറയുന്നു, അയാളുടെ തലയ്ക്ക് വെടിവെച്ച് അയാളെ കൊന്നു. ജാലിയൻവാലാബാഗിന് ഞാൻ പ്രതികാരം കിട്ടി എന്ന് പ്രഖ്യാപിച്ചു. ആ ഉത്തം സിംഗിനെ ബ്രിട്ടീഷ് കോടതി തൂക്കിക്കൊണ്ടുപോകുന്നു. സ്വാതന്ത്ര്യത്തിന്റെ 79ാമത് വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മുടെ രാഷ്ട്രത്തിനു വേണ്ടി പടപൊരുതി മരിച്ച 1000 ഉത്തം സിംഗ്മാരുടെ കഥ കൂടിയാണ് സ്വാതന്ത്ര്യം. ഭാരതമാതാവിനെ മതത്തിന്റെ പേരിൽ വെട്ടിമുറിച്ച് പാകിസ്ഥാനും ഭാരതവും ഇന്ത്യയും ഉണ്ടായതിന്റെ 79ാം വാർഷികം ആചരിക്കുമ്പോൾ മഹാത്മാഗാന്ധി 1920 കാലഘട്ടത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തപ്പോൾ ഭാരതത്തിലെ ജനങ്ങൾ ചോദിച്ചു, ഗാന്ധിജി, നമ്മളിപ്പോ സാഹിബിനെ ഓടിച്ചിട്ട് ഏത് രാജ്യം ഉണ്ടാക്കാൻ പോകുന്നത്? അപ്പൊ ഗാന്ധി പറഞ്ഞു, അത് രാമരാജ്യമാണ് എന്ന്. പിന്നീട് ഒരു സംശയം ആർക്കുണ്ടായി, എന്താണ് രാമരാജ്യം എന്ന് ഭാരതത്തിലെ ഓരോ LKG വിദ്യാർത്ഥിക്ക് പോലും അറിയാം. ആ രാമനെ കുറിച്ചാണ് കഴിഞ്ഞ കർക്കിടകത്തിൽ നാം വായിച്ചത്. അതിന്റെ മുന്നിലത്തെ കർക്കിടകത്തിലും വായിച്ചു. പതിറ്റാണ്ടുകളായി നാം വായിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാത്മരാമായണ കിളിപ്പാട്ട് വായിച്ചു രാമനെ നമുക്ക് അത്ര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് 1526 രാമക്ഷേത്രം ബാബർ തകർത്ത് കളഞ്ഞു. ആ ക്ഷേത്രം തിരിച്ചിരുത്തുവാൻ വേണ്ടി 496 വർഷക്കാലം 77 യുദ്ധം നടത്തി ഭാരതത്തിലെ സനാതന ധർമ്മികൾ. 3 ലക്ഷത്തോളം ആളുകൾ മരിച്ചുപോയി. 500 വർഷക്കാലം നീണ്ടുന്ന പോരാട്ടത്തിനൊടുവിലാണ് ഇന്ന് കാണുന്ന അയോധ്യയിലെ രാമക്ഷേത്രം തിരിച്ചു കിട്ടിയത്. അപ്പൊ ഇത്രമാത്രം ആഴത്തിൽ നമ്മുടെ ഹൃദയത്തെ സ്പർശിച്ച മഹാത്മാവിന്റെ പേരാണ് ശ്രീരാമചന്ദ്ര മഹാദേവൻ. ആ രാമന്റെ ജീവിതത്തെ കുറിച്ച് വാൽമീകി മഹർഷിയാൽ എഴുതപ്പെട്ടതാണ് ശരിയായ രാമായണം. അതാണ് വാൽമീകി രാമായണം. 7 കാണ്ഡം 24,000 ശ്ലോകം. ആ വാൽമീകി രാമായണത്തെ അധികരിച്ച് ലോകത്തിൽ അനേക രാമായണങ്ങൾ ഉണ്ടായി. ആനന്ദ രാമായണം, അത്ഭുത രാമായണം, തമിഴ്നാട്ടുകാർക്കൊരു രാമായണമുണ്ട്, അത് കമ്പരാമായണം. അതിൽ പക്ഷേ 6 കാണ്ഡങ്ങളേ ഉള്ളൂ. കമ്പരാമായണത്തിന് മറ്റൊരു കുഴപ്പമുണ്ട്. രാവണന്റെ പുത്രിയായിട്ട് സീതയെ പറയുന്ന രാമായണം കമ്പരാമായണം. ഉത്തരഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാമായണമാണ് തുളസി രാമായണം. എന്നാൽ മലയാളികളായ നമുക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാൽ വിരചിതമായ അധ്യാത്മരാമായണം കിളിപ്പാട്ട്. അധ്യാത്മരാമായണം കിളിപ്പാട്ടും 7 കാണ്ഡങ്ങളാണ്. ആ 7 കാണ്ഡങ്ങളിൽ രാമനെ കുറിച്ച് പാടിയ പാട്ടാണ് നമ്മൾ എന്നും എക്കാലത്തും പാടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കർക്കിടകം എന്ന രാമായണ മാസമായി ചിങ്ങത്തിൽ രാമായണം വായിക്കാൻ പാടില്ലേ? എനിക്ക് അന്യയിലെങ്ങാൻ രാമായണം വായിച്ചാൽ തലകൊട്ടി തെറിച്ച് പോകുമോ? ഹിന്ദുക്കൾക്ക് ഒത്തിരി അന്ധവിശ്വാസികളും വിശ്വാസികളുമാണ് ഹിന്ദുക്കൾ. അതുകൊണ്ടാണ് വിശ്വാസിയായ ഹിന്ദു രാത്രി 2 മണിയായാൽ അമ്പലത്തിന്റെ അടുത്തൊക്കെ പോകുന്ന സ്പീഡ് കൂടും. കാരണം പകലാരാധിച്ച ദൈവത്തെ
അത് രാത്രിയിൽ പേടിയാണ്, അത് ഭദ്രകാളിയാണെങ്കിൽ പ്രത്യേക പേടിയാണ്. അപ്പൊ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടായതുകൊണ്ടാവാം അങ്ങനെ വന്നത്. നമ്മൾ ഹിന്ദുക്കൾ രാമായണത്തെ പൂജാമുറിയിൽ വെച്ച് പൂജിക്കാൻ തുടങ്ങി. 950 കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്ന മുദ്രാവാക്യം അമ്പലം എന്നത് ചുമരല്ലേ, വിഗ്രഹം എന്നത് കല്ലല്ലേ. നിങ്ങൾ എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത്? അമ്പലത്തിലുള്ളതെല്ലാം കല്ലുകളാണ്, നിങ്ങളുടെ ദൈവം കരയില്ല, ചിരിയില്ല. എൻ ടി വാസുദേവൻ നായർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറെ പ്രിയപ്പെട്ട കഥാകാരനാണ്. മലയാള ഭാഷയുടെ ഏറ്റവും വലിയ കുലപതി തന്നെയാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു സിനിമ ഇറങ്ങി, നിർമ്മാല്യം. ആ സിനിമയുടെ കേന്ദ്ര കഥാപാത്രം ഒരു വെളിച്ചമാണ്. അദ്ദേഹം എന്നും എക്കാലത്തും രണ്ടു നേരം വെച്ച് ദൈവത്തെ ആരാധിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഭഗവതിയെ ആരാധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അയാളുടെ പ്രശ്നങ്ങൾക്ക് മാത്രം ഒരു പരിഹാരമില്ല. ഒടുവിൽ അയാൾ ഒരു ദിവസം ഭഗവതിയുടെ മുഖത്തേക്ക് കാറി തുപ്പിയിട്ട് ശ്രീകോവിലിൽ നിന്ന് ഇറങ്ങി വരുന്നതോടുകൂടി ആ സിനിമ അവസാനിക്കുകയാണ്. എന്നിട്ട് എൻ ടി വാസുദേവൻ നായർ ആ വെളിച്ചപ്പാടിനെ കൊണ്ട് പറഞ്ഞിരിക്കുകയാണ്, ഹിന്ദുവിന്റെ ദൈവം കല്ലുകളാണ്. ആ കല്ലുകൾക്ക് കരയാനറിയില്ല, ചിരിക്കാനറിയില്ല. നിങ്ങളുടെ ഒരു പ്രശ്നവും പരിഹരിക്കുവാൻ അമ്പലത്തിലെ കല്ലുകൾക്ക് കഴിയില്ല. അങ്ങനെ അമ്പലം കല്ലാണ്, വിഗ്രഹം അമ്പലം ചുമരാണ്, വിഗ്രഹം കല്ലാണെന്ന മുദ്രാവാക്യം ഹിന്ദുക്കൾ ഏറ്റെടുത്തു. ഹിന്ദുക്കൾ വിശ്വാസത്തെ ഉപേക്ഷിച്ചു. ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങൾ കാട് കയറി ഒടിഞ്ഞു. അമ്പലങ്ങളെല്ലാം കാട് കയറി ഒടിഞ്ഞതോടുകൂടി ഹിന്ദുക്കൾക്ക് ദുരിതവും ആരംഭിച്ചു. നമ്മുടെ വിശ്വാസപ്രകാരം നമ്മുടെ കണ്ണൂരിൽ വെച്ചൊരു അമ്പലം ക്ഷയിച്ചു പോയാൽ 7 തലമുറ അതിന്റെ പാപം അനുഭവിക്കുന്നു. നമ്മൾ കാരണം ഒരു ക്ഷേത്രം സമുദ്ധരിക്കപ്പെട്ട, നേരത്തെ പറഞ്ഞു, ഭാഷയെക്കുറിച്ച് പറഞ്ഞു, അദ്ദേഹത്തിന് മാത്രമല്ല ഇതിന്റെ പുണ്യം. 7 തലമുറ അദ്ദേഹത്തിന്റെ മക്കൾക്ക്, മക്കളുടെ മക്കൾക്ക്, അങ്ങനെ 7 തലമുറ അതിന്റെ പുണ്യം. ക്ഷേത്രം ക്ഷയിച്ചാൽ 7 തലമുറ പാപവും, ക്ഷേത്രം പുനരുദ്ധരിക്കപ്പെട്ടാൽ 7 തലമുറ പുണ്യം കിട്ടുമെന്നാണ് നമ്മുടെ വിശ്വാസം. അമ്പലങ്ങളായ അമ്പലങ്ങൾ മുഴുവൻ കാടുകയറി മുടിഞ്ഞതോടുകൂടി ഹിന്ദുക്കളുടെ ദുരന്തവും ആരംഭിച്ചു. അങ്ങനെ എന്ത് പരിഹാരം? പലതര പരിഹാരങ്ങൾ വന്നു. അക്കൂട്ടത്തിലൊന്നായിരുന്നു 1982 വിശാല ഹിന്ദു സമ്മേളനം എറണാകുളത്ത്. കർക്കിടകത്തെ കള്ളക്കർക്കിടകം, പഞ്ഞക്കർക്കിടകം എന്നൊക്കെ വിളിച്ച് കർക്കിടകത്തെ അധിക്ഷേപിച്ചു ആളുകൾ. കർക്കിടകത്തിനൊരു കുഴപ്പമില്ല. ഭൂമി മാതാവിന് ഏറെ പ്രിയമുള്ള മാസമാണ് കർക്കിടകം. ഏറ്റവും നന്നായിട്ട് മഴ പെയ്യുന്ന മാസമാണ്. സാധാരണ നമ്മൾ ടിക്കറ്റ് എടുക്കാതെ വണ്ടി കയറും. ഇതിന് വണ്ടിക്കൊരു പേരുള്ളൂ, കള്ളവണ്ടി. വണ്ടിയാണ് ഉത്തരവാദി. നമ്മളാണ് ടിക്കറ്റ് എടുക്കാത്തത്, പക്ഷെ പേരാണ് വണ്ടിക്കാണ്. ഈ ഭൂമിയെ അനുഗ്രഹിക്കുന്ന മാസമാണ് കർക്കിടകം. ആ കർക്കിടകത്തിലെ മഴയാണ് ഭൂമിയെ വെള്ളമായിട്ട് നമുക്ക് ഏപ്രിലും മെയിലൊക്കെ കിട്ടുന്നത്. അപ്പൊ ഈ പറയുന്ന കർക്കിടകത്തെ കള്ളക്കർക്കിടകം, പഞ്ഞക്കർക്കിടകം എന്ന് അധിക്ഷേപിച്ച ഒരു കാലഘട്ടത്തിൽ കർക്കിടകത്തെ രാമായണ മാസമായിട്ട് ആചരിക്കുവാൻ വേണ്ടി തീരുമാനിച്ചു. 1982 വിശാല ഹിന്ദു സമ്മേളനം. ഹിന്ദുക്കൾ അത് ഏറ്റെടുക്കാൻ തുടങ്ങിയപ്പോൾ മാതൃഭൂമിയിലും മനോരമയിലും ഒന്നൊരു വാർത്തയുണ്ടായിരുന്നു, കേരളത്തെ ഇരുണ്ട യുഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഹിന്ദു രാമായണം വായിച്ചാൽ ഇരുണ്ട യുഗം. ഇസ്ലാം മത വിശ്വാസികൾ, നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള ഇസ്ലാം, ക്രൈസ്തവ മതങ്ങൾ 4 വയസ്സ് മുതൽ മതപഠനം തുടങ്ങുന്നു. ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ ഹിന്ദു രാമായണം വായിക്കാനും പഠിക്കുവാനും തുടങ്ങുമ്പോൾ വരുന്ന ചില ചർച്ചകളുണ്ട്. പതുക്കെ ഹിന്ദു ക്ഷേത്രങ്ങൾ ഏറ്റെടുത്തു. 10 വർഷം കഴിഞ്ഞപ്പോൾ നമ്മുടെ അന്ധവിശ്വാസം ചോദ്യം ചെയ്തുകൊണ്ട് രാമായണത്തിലെ 6ാമത്തെ കാണ്ഡം വായിക്കരുത്. 6ാമത്തെ കാണ്ഡം വായിച്ചാൽ അത് യുദ്ധകാണ്ഡമാണ്. അതുകൊണ്ട് വീട്ടിൽ യുദ്ധം ഉണ്ടാവും. അപ്പൊ നമ്മളങ്ങനെ ഒരു കാണ്ഡം ഒഴിവാക്കി. ഇനി 6 കാണ്ഡം ബാക്കിയുണ്ടല്ലോ. അപ്പോൾ പറഞ്ഞു ഉത്തരകാണ്ഡം വായിക്കരുത്. ഉത്തരകാണ്ഡം വായിച്ചാലോ സീതാദേവിയെ പരിചരിക്കുന്ന രംഗവും ഉത്തരകാണ്ഡത്തിലാണ്. അപ്പോ ഒരുപാട് സങ്കടമുണ്ടാകുന്നത് ഉത്തരകാണ്ഡം വായിക്കുന്നത്. ഹിന്ദുക്കൾ പതുക്കെ 5 കാണ്ഡം വായിക്കാമല്ലോ എന്ന് സമാധാനിക്കുമ്പോൾ അടുത്തൊരു പ്രശ്നം. നിങ്ങളുടെ നാട്ടിൽ ഈ പ്രശ്നമൊന്നും അറിയില്ല. ഈ സായം സന്ധ്യയിൽ രാമായണം വായിക്കുന്നത്. രാമായണം വായിച്ചാൽ ഹനുമാൻ സ്വാമി തുടങ്ങും. ഇങ്ങനെ ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഹിന്ദു സമൂഹത്തിലേക്ക് വന്നു. പക്ഷെ ഹിന്ദുക്കൾ ഇതെല്ലാം കൂട്ടുനിന്നു. രാമായണം സായം സന്ധ്യയിൽ വായിക്കുമ്പോൾ ഹനുമാൻ സ്വാമി ഏറെ സന്തോഷിച്ചു. യുദ്ധകാണ്ഡം വായിച്ചാൽ വീട്ടിലെ യുദ്ധം ഒഴിവാകും. രാമായണത്തെ ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങൾ മുഴുവൻ ഏറ്റെടുത്തു. അത് നമ്മുടെ മക്കളിലേക്ക് പകരാൻ വേണ്ടി കഴിഞ്ഞ 10-ാം തീയതി എറണാകുളത്ത് ഞങ്ങളൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചു. സനാതന ധർമ്മ പാഠശാല. നിങ്ങളുടെ കാസർഗോഡ് 14 കുട്ടികൾ വന്നു. രാമായണം വായിക്കേണ്ട പ്രായമുണ്ട്. പൊതുവെ നമ്മുടെ നാട്ടിലൊരു മറുപടിയുണ്ട്, അത് 60 വയസ്സ് എന്നുള്ളതാണ്. 60 വയസ്സിലെ ആളുകൾ വായിക്കേണ്ടതാണ് രാമായണം എന്ന് പറയുന്ന ഒരു ധാരണ, തെറ്റിദ്ധാരണ എവിടെയോ ഹിന്ദുക്കൾക്ക് വന്നുപോയി.
തിരുവാതിര ക്യാമ്പയിനുകൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ രാമായണത്തിൽ ചർച്ച വന്നപ്പോൾ ഒരാളോട് ചോദിച്ചു, രാമായണത്തെ വായിക്കാറുണ്ട്. അപ്പൊ 35 വയസ്സ് തോന്നിക്കുന്ന ഒരു യുവതി എഴുന്നേറ്റ് പറയാണ്, അതിന് എനിക്ക് പ്രായമായിട്ടില്ല. അപ്പൊ രാമായണം വായിക്കേണ്ട പ്രായം ഏത് എന്ന ചോദ്യത്തിൽ പോലും ഹിന്ദുക്കൾക്കിടയിൽ ആശയക്കുഴപ്പങ്ങൾ ഉള്ളപ്പോഴാണ് രാമായണം നമ്മുടെ മക്കൾക്കാണ് കൊടുക്കുന്നത്. 10 വയസ്സുള്ള കുട്ടി ഇന്ന് രാമായണം പഠിച്ചാൽ നേരത്തെ സാറ് പറഞ്ഞതുപോലെ ജീവിത മൂല്യങ്ങൾ ഉയർന്നതായിരിക്കും. ഒരു പോലീസിന് ജോലി ഉണ്ടാകുന്നത് എപ്പോഴാണ്? നാട്ടിൽ കള്ളന്മാരെണ്ണം കൂടുമ്പോഴാണ്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും എണ്ണം വളരെ വളരെ കൂടുതലാണ് നമ്മുടെ കേരളത്തിൽ. എന്തുകൊണ്ട് സംഭവിക്കുന്നു? രാമായണത്തിലെ മൂല്യങ്ങൾ കുട്ടികൾക്ക് ലഭിക്കുന്നില്ല. ഇപ്പൊ നമ്മളോട് പറയാറുണ്ട്, നിങ്ങളുടെ കുട്ടി ആരായിത്തീരണം എന്ന് അമ്മ ഒരിക്കൽ ചോദിച്ചു. അമ്മയോട് കുഞ്ഞ് ചോദിച്ചു, ഞാൻ വലുതായിട്ട് ആരാകണം? യൂട്യൂബിൽ അങ്ങനെ ഒരു കവിതയുണ്ട്, ആരും ഞാൻ ആകണം എന്ന കവിത. അമ്മമാരതൊന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ആരും ഞാൻ ആകണം കഴിച്ചാൽ മതി, അപ്പോൾ വരുവാ കവിത. അത് പഠിക്കണം, അത് കുട്ടികളെ പഠിപ്പിക്കണം. ആരും ഞാനാകണം എന്നുണ്ണി ചോദിക്കിൽ ആരാകിലും നല്ലതെന്നുത്തരം. നീ ആരായാലും കുഴപ്പമില്ല, പക്ഷെ നല്ലതായിരിക്കും. ഉച്ചയ്ക്കു തീവരി കൊള്ളുന്ന പൂവിനെ തൊട്ടുതലോടും തണുപ്പാവുക. ഇറ്റുവെള്ളത്തിനായി കേഴുന്ന ജീവന്റെ നാക്കിലേക്കിട്ടുന്ന നീരാവുക. മഴയത്തു പുസ്തകം നനയാതെ കാക്കുവാൻ ഉഴലുന്ന കുഞ്ഞിനു കുടയാവുക. അന്തിക്കു കൂടണഞ്ഞിടുവാൻ മണ്ണുന്ന പെണ്ണിന്റെ കൂടെ പിറപ്പാവുക. എനിക്ക് അമ്മ അവസാനം പറയും, ആപത്തിലൊറ്റയ്ക്കു നിൽക്കുന്നൊരുത്തന്റെ കൂടെ കഴുത്തിന്റെ കൂട്ടാവുക. സിദ്ധാർത്ഥ എന്ന് പറയുന്ന കോളേജ് കുമാരനെ വയനാട്ടിൽ വെച്ച് 18 സഹപാഠികൾ ചേർന്ന് തല്ലിക്കൊന്നതാണ്. 130 പേർ നോക്കിയിരുന്നു. സത്യത്തിൽ 148 പ്രതികളാണ്. 18 പേർ ചേർന്ന് ഒരു സഹപാഠിയെ തല്ലിക്കൊല്ലുമ്പോൾ 130 പേർ നോക്കി നിന്നു എങ്കിൽ അവർക്ക് രാമന്റെ പൗരുഷം തീരെയില്ല. അവർക്ക് 130 പേർക്കും സംഘടിത ബോധമില്ല. 18 പേരെ ചെറുക്കുവാൻ 130 പേർക്ക് കഴിയുമായിരുന്നു. എങ്കിലും ആ 18 പേർ ആ ചെറുപ്പക്കാരനെ ഒരു തൂണിൽ കെട്ടിയിട്ട് വിവസ്ത്രനാക്കി തല്ലിക്കൊല്ലുന്നത് 130 കോളേജ് കുമാരന്മാർ നോക്കി നിന്നു എങ്കിൽ അതിന്റെ അർത്ഥം അവരുടെ പൗരുഷബോധം വളരെ വളരെ കുറവാണ്. ആ പൗരുഷബോധത്തെ വളർത്തണമെങ്കിൽ രാമനെ പിടിക്കണം. അച്ഛന്റെ വാക്കുപാലിക്കാൻ 14 കൊല്ലം കാട്ടിൽ പോയ അതേ രാമൻ തന്നെ 72 മിനിറ്റ് കൊണ്ട് 14,000 രാക്ഷസന്മാരെയും കൊന്നൊടുക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് സത്യത്തെയും മറുഭാഗത്തേക്ക് ശക്തിയെയും മുറുകെ പിടിച്ചു രാമൻ. ആ രാമന്റെ ജീവിതത്തിലൂടെ നമുക്ക് അല്പസമയം യാത്ര ചെയ്യാം. രാമന്റെ അച്ഛൻ ദശരഥ മഹാരാജാവ് എങ്ങനെയാണ് മരിച്ചു പോയത്? അറ്റാക്കായിട്ട് ഹൃദയം പൊട്ടി മരിച്ചുപോയി. എന്തേ മരിക്കാൻ കാരണം? വാക്ക് പാലിക്കാൻ വേണ്ടി മരിച്ചു. പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടി ഒരു മഹാരാജ്യത്തിന്റെ ചക്രവർത്തി ഹൃദയം പൊട്ടി മരിച്ചുപോയ ചരിത്രം കൂടെയാണ് രാമായണം. കൈകേയിക്ക് വാക്ക് കൊടുക്കുമ്പോൾ സാക്ഷി മറ്റാരുമില്ല. മുകളിൽ ജ്വലിക്കുന്ന സൂര്യൻ മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ ഇപ്പോഴത്തെ പല ഭർത്താക്കന്മാരും നിഷേധിക്കുന്ന പോലെ ഞാനിത് പറഞ്ഞിട്ടില്ല എന്ന് പറയാം. പക്ഷേ അത് പറഞ്ഞില്ല. കൈകേയി ചോദിക്കുന്നു, എന്നോട് സ്നേഹമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞ വാക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. അപ്പോൾ ദശരഥൻ പറയുന്നു, തീർച്ചയായിട്ടും കൈകേയി നിന്നോട് പറഞ്ഞ വാക്കും എനിക്ക് ഓർമ്മയുണ്ട്. എങ്കിൽ എനിക്ക് ഇപ്പോൾ നൽകണമാ 2 വരങ്ങൾ ചോദിക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൈകേയി ചോദിക്കുന്നു, അത് വാക്കുമാകുമോ? ഈ സമയത്ത് ദശരഥൻ കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. ഇക്ഷ്വാകു വംശത്തിലെ രാജാക്കന്മാർ വാക്കും മാറണമെങ്കിൽ സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചു തുടങ്ങണം. ഒരിക്കലും സംഭവ്യമല്ലാത്തത്. അത്രമാത്രം വാക്കിന് വിലയുണ്ടായിരുന്നു. ആ വാക്ക് പാലിക്കാൻ വേണ്ടി പ്രിയപുത്രൻ രാമനെ രാജാവാകുന്നതിന്റെ ആ ദിവസം കാട്ടിലേക്ക് അയക്കേണ്ടി വന്ന ഒരച്ഛന്റെ ഗതികേട് കൂടിയാണ് രാമായണം. രാമനും സീതയും ലക്ഷ്മണനും കാട്ടിൽ പോയപ്പോൾ രാമ രാമ വിളിച്ചുകൊണ്ട് അദ്ദേഹം ഹൃദയം പൊട്ടി മരിച്ചുവെങ്കിൽ ആ മരണത്തിന് പിറകിൽ ഒരു ശാപത്തിന്റെ കഥയുണ്ട്. ശാപമേൽക്കാതിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. ആരും നമ്മളെ ശപിച്ചേക്കും നമ്മുടെ കർമ്മദോഷം കൊണ്ട്. ദശരഥ മഹാരാജാവിന് 3 ഭാര്യമാരാ, പക്ഷെ മക്കളില്ല. മക്കളില്ലാത്തത് വലിയ ദുഃഖമാണ്. പക്ഷെ ഇന്ന് നാടൻ കുട്ടിക്ക് ഏറ്റവും വലിയ ദുഃഖം മക്കളുള്ള ദുഃഖമാണ്. ഞങ്ങൾ ഒരുപാട് കൗൺസിലിംഗ് നടത്താറുണ്ട്. മാതാപിതാക്കൾ മക്കളെയും കൊണ്ട് വരാറുണ്ട്.
16-ാമത്തെ വയസ്സിൽ തെറ്റായ പ്രളയത്തിൽപ്പെട്ട് ജീവിതം വഴിയോരമാക്കിയ മൊബൈൽ ഫോണിന് അടിമകളാക്കപ്പെട്ട പെൺമക്കളെ കുറിച്ചും ആൺമക്കളെ കുറിച്ചുള്ള കഥകളാണ് നമുക്ക് പറയാനുള്ളത്. അവരുടെ ജീവിതം മൊബൈൽ ഫോണിൽ അടിമകളാക്കപ്പെട്ടിരിക്കുന്നു. അവർക്ക് മറ്റൊന്നും ശ്രദ്ധിക്കുവാൻ കഴിയുന്നില്ല. 17 വയസ്സിൽ പ്രണയിച്ച് ഒളിച്ചോടിപ്പോയ ശില്പ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ച് എനിക്കറിയാം. അവൾ പോകുമ്പോൾ വളരെ സുന്ദരിയായിരുന്നു. 6 മാസം മുമ്പ് വടകര റെയിൽവേ സ്റ്റേഷനിൽ അവളെ കണ്ടപ്പോൾ അവൾ കരിഞ്ഞുണങ്ങിപ്പോയിരുന്നു. 10 വർഷം മുമ്പാണ് പോയത്. ജീവിതത്തിൽ എടുക്കുന്ന തെറ്റായ തീരുമാനങ്ങൾ ജീവിതത്തെ ഒരുപാട് സങ്കടപ്പെടുത്തുന്ന മക്കളുടെ കഥ പറയുമ്പോൾ മക്കളില്ലാത്ത ദുഃഖം കൊണ്ട് ഒരുപാട് ടെൻഷനായിട്ട് രാജാവ് ഗുരുനാഥനോട് ചോദിച്ചു, സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യാം? കാട്ടിൽ പോകാൻ. നീ കാട്ടിൽ പോയിട്ട് വരും. കാട്ടിൽ പോയാൽ മനസ്സും ശാന്തം. കാട്ടിലേക്ക് പോയ രാജാവിന് വേട്ടയാടുവാൻ മൃഗങ്ങളെ ഒന്നും കിട്ടിയില്ല. രാജാവ് മരത്തിൽ കിടന്നുറങ്ങി. നേരം പരപരാ വെളുത്തപ്പോൾ ആന തുമ്പിക്കൈകൊണ്ട് വെള്ളം കിഴിക്കുന്ന ശബ്ദം കേട്ടിട്ട് അവിടത്തേക്ക് ശബ്ദഭേദി ബാണം അയച്ചു. ശബ്ദത്തെ കൊല്ലുന്ന ബാണം. പക്ഷേ അടുത്ത നിമിഷം ഒരു ആർത്തനാദം കേട്ടു. മനുഷ്യന്റെ ആർത്തനാദം. അയ്യോ അമ്മേ എന്നുള്ള ആർത്തനാദം. രാജാവ് ഓടിച്ചെല്ലുമ്പോൾ ഇടനെഞ്ചിൽ തറച്ച അമ്പുമായി പിടയുന്ന ഇടനെഞ്ചിൽ തറച്ചു പോയ അമ്പുമായി പിടയുന്ന ഒരു താമസകുമാരൻ. രാജാവ് മാപ്പ് പറഞ്ഞു. തെറ്റു പറ്റിയാൽ മാപ്പ് പറയുവാൻ അമാന്തിക്കരുത്, വൈകരുത്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ മിസ്റ്റേക്കുകൾ പറ്റിക്കഴിഞ്ഞാൽ ഉടനെ ഫോൺ വിളിച്ചാണെങ്കിൽ അങ്ങനെ വിളിച്ചപ്പോൾ തന്നെ മാപ്പ് പറഞ്ഞേക്കണം. മാപ്പ് പറഞ്ഞാൽ നമ്മൾ വലുതാകും, നമ്മുടെ മനസ്സ് റിലാക്സാകും. നമ്മളോട് പറയാൻ പാടില്ലാത്തൊരു വാക്ക് പറഞ്ഞു പോയാൽ ഉടനടി അതിന് മാപ്പ് പറഞ്ഞാൽ ആ പ്രശ്നം അവിടെ അവസാനിക്കും. ഇല്ലെങ്കിൽ ആ പ്രശ്നം മല പോലെ വളർന്നു. തന്നോട് അറിയാതെ ചെയ്തു പോയ തെറ്റിന് താപസകുമാരന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞപ്പോൾ മാപ്പ് കൊടുക്കുവാനും നമ്മൾ തയ്യാറാണ്. മാപ്പ് പറയുമ്പോൾ കൊടുക്കുവാൻ തയ്യാറാണ്. മസിൽ പിടിയരുത്. രാജാവേ, അങ്ങ് അറിയാതെ ചെയ്തു പോയതാണല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങയോട് ക്ഷമിച്ചിരിക്കുന്നു. പക്ഷെ എന്നൊന്ന് മരിക്കാൻ അനുമതിയാണ്. നെഞ്ചിലാണ് അമ്പ് തറച്ചിരിക്കുന്നത്. അതികഠിനമായ വേദനയുണ്ട്. ഒന്ന് അമ്പ് വലിച്ചു. രാജാവ് അമ്പ് വലിച്ചു. രക്തം പമ്പ് ചെയ്തു. പിടഞ്ഞ് താമസകുമാരൻ അവിടെ മരിച്ചു. പക്ഷേ മരിക്കുന്നതിന് തൊട്ടു മുമ്പും കടമകളെ മറന്നുപോയില്ല താമസകുമാരനോട്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ അച്ഛനും അമ്മയും കണ്ടു കാണില്ല. ഈ കാട്ടിന്റെ ഉള്ളിലാണ് വരുന്നത്. എല്ലാ പ്രഭാതങ്ങളിലും അവർക്ക് വേണ്ടി വെള്ളം ശേഖരിക്കുവാൻ ഞാൻ വരാറുണ്ട്. ഒരു കുടം വെള്ളം ശേഖരിക്കുവാൻ ഇന്നും വന്നതായിരുന്നു. അന്നാണ് എനിക്ക് ഈ ദുര്യോഗം ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞു. മഹാരാജൻ, അങ്ങീ കുടം വെള്ളം എൻ്റെ അച്ഛനും അമ്മയ്ക്ക് കൊടുക്കണം. രാജാവിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷം. നമ്മുടെ എല്ലാം ജീവിതത്തിൽ 3 കാര്യങ്ങൾക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട്. കൺഫ്യൂഷൻ, കൺഫർമേഷൻ, ഡിസിഷൻ എന്ന് പറയും ആധുനിക മനഃശാസ്ത്രം. ജീവിതത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ. ആശയക്കുഴപ്പമുള്ള വിഷയത്തിൽ കൺഫർമേഷൻ ഉണ്ടാകണം. കൃത്യമായ ധാരണ ഉണ്ടാകണം. ഡിസിഷൻ, തീരുമാനമെടുക്കണം. +2 കഴിഞ്ഞാൽ എന്താണ് പഠിക്കേണ്ടത്, 10ാം ക്ലാസ് കഴിഞ്ഞാൽ എന്താണ് പഠിക്കേണ്ടത്, കുട്ടിക്ക് ഗോൾ സെറ്റിംഗ് ഉണ്ടാകണം. 25ാമത്തെ വയസ്സിൽ ഞാൻ എന്തായിത്തീരണമെന്ന് ആ കുട്ടി ആഗ്രഹിക്കുന്നുവെങ്കിൽ അതനുസരിച്ച് ജീവിതം രൂപപ്പെടുത്തുന്ന പാഠ്യ പദ്ധതികൾ ആ കുട്ടിക്ക് ആവശ്യമുണ്ട്. 10ാമത്തെ വയസ്സിൽ കുട്ടിയുടെ ഉള്ളിൽ ഗോൾ സെറ്റിംഗ് നടത്തിയാൽ 15 വയസ്സിന് ശേഷം ഞാൻ എന്തായിത്തീരുമെന്ന് ആ കുട്ടി അതിനു വേണ്ടിയിട്ടുള്ള ആ കുട്ടിയുടെ അംബീഷൻ, പ്രവർത്തനം ആ രീതിയിലായിരിക്കും. രാജാവിനെ കൺഫ്യൂഷൻ ഒട്ടും തോന്നിയിരുന്നില്ല. ആന തുമ്പിക്കൈ കൊണ്ട് വെള്ളം കുടിക്കുന്നത് തന്നെയാണെന്ന് ദശരഥ മഹാരാജാവ് ധരിച്ചു. പക്ഷേ കുടത്തിലേക്ക് വെള്ളം കയറുമ്പോഴും ആന തുമ്പിക്കൈ കൊണ്ട് വെള്ളം കുടിക്കുമ്പോഴും ഒരേ ശബ്ദമാണെന്ന് ഒരു നിമിഷം ചിന്തിച്ചിരുന്നുവെങ്കിൽ രാജാവ് അമ്പ് എയ്യില്ലായിരുന്നു. രാജാവിന്റെ അശ്രദ്ധ രാജാവിന്റെ തന്നെ മരണത്തിന് കാരണമായി. രാജാവ് കുടം വെള്ളവുമായിട്ട് കാട്ടിലേക്ക് പോകുന്നു. താപസ ദമ്പതിമാരെ കാണുന്നു. കാര്യം പറയുന്നു. അമ്മ അപ്പൊ തന്നെ ബോധം കെട്ട് വീഴുന്നു. ബോധം തിരിച്ചു വന്നപ്പോ ഈ വൃദ്ധ മാതാപിതാക്കളുടെ കൈപിടിച്ച് ഈ പുഴയോരത്ത് വന്ന് മകനെ തൊട്ട് കെട്ടിപ്പിടിച്ച് പൊട്ടിപ്പൊട്ടിക്കരയുന്ന അച്ഛനും അമ്മയും പറയുന്നു, ഞങ്ങളുടെ മകനെ സംസ്കരിക്കണം. യഥാവിധി ചിതയൊരുക്കി രാജാവ് ആ ചിതയിൽ ഈ താപസന്മാരനെ വെച്ചു. ചിതയ്ക്ക് തീ കൊളുത്തി. അഗ്നി ആളിക്കത്തുമ്പോൾ ഈ വൃദ്ധ താപസ ദമ്പതിമാർ ആ അഗ്നിയിലേക്ക് ചാടി മരിച്ചു കളഞ്ഞു. ഞങ്ങളുടെ മകനില്ലാത്ത ലോകത്ത് ഞങ്ങൾക്ക് ജീവിച്ചിരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു. പക്ഷെ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് രാജാവിന് ഒരു ശാപം കൊടുത്തു. ശാപം ഇതായിരുന്നു, ദശരഥ, ഏതൊരു മകനെ ഓർത്താണോ ഞങ്ങൾ അഗ്നിപ്രവേശം ചെയ്യുന്നത്, അതുപോലെ ഒരു ദിവസം നീയും നിന്റെ മകനെ ഓർത്ത് ഹൃദയം പൊട്ടി മരിച്ചു പോകും. പ്രിയമുള്ളവരെ, ശാപം ഫലിക്കുമോ? ശാപം ഫലിക്കും. അർഹരായ ആളുകൾ ശപിച്ചാൽ മതി. രാവണനെ ആദ്യം രംഭ ശപിക്കുന്നുണ്ട്. നീ ഏതൊരു സ്ത്രീയെ സ്പർശിച്ചാലും നീ മരിച്ചു പോകും. പക്ഷെ അതിനുശേഷമാണ് വേദവതിയെ മാനഭംഗം ചെയ്യുന്നത്.
ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ മാനഭംഗം ചെയ്ത ബിരുദനാണ് രാവൺ. പക്ഷെ 4 വേദങ്ങളെ കുറിച്ചും അറിവുണ്ട്. 4 വേദങ്ങൾ അറിയാമായിരുന്നിട്ടും ബലാത്സംഗ വീരനായി എന്നൊരൊറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തിന്റെ കുലം തന്നെ മുടിഞ്ഞുപോയി. അദ്ദേഹത്തിന് ഒരു പുത്രനുണ്ടായിരുന്നു, പേര് മേഘനാഥൻ എന്നാണെങ്കിലും നാട്ടുകാരെ വിളിച്ചത് ഇന്ദ്രജിത്ത് എന്നായിരുന്നു. ദേവേന്ദ്രനെ ജയിച്ച മകനും രാമന്റെ ബാണമേറ്റ് മരിച്ചുപോയി. അച്ഛന്റെ കാമാർത്തി കൊണ്ട് മകന് ജീവൻ ഉപേക്ഷിക്കേണ്ടി വന്നു. രാവണന്റെ കാമാർത്തി കൊണ്ട് ഉറങ്ങി ഉണ്ട് ജീവിച്ച കുംഭകർണനും ജീവൻ പിടിയേണ്ടി വന്നു. രാവണന്റെ കാമാർത്തി കൊണ്ട് ഹനുമാന്റെ കൈകൊണ്ട് അക്ഷയകുമാരനും മരണപ്പെടേണ്ടി വന്നു. അപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം രാമായണം നമുക്ക് 1000 സന്ദേശങ്ങളെ നൽകുന്നു. ശാപം കിട്ടിയ ടെൻഷനോടുകൂടി തിരിച്ചു വന്നു ദശരഥൻ. വസിഷ്ഠനോട് ചോദിച്ചു, എന്താണ് ദശരഥ ഇത്രയേറെ സങ്കടം? കാര്യങ്ങളെല്ലാം പറഞ്ഞു. കൈകൊണ്ട് അബദ്ധവശാൽ ഒരു താമസമാനെ കൊല്ലേണ്ടി വന്ന ചരിത്രമൊക്കെ പറഞ്ഞു. ശാപം കിട്ടിയത് എന്താണ്? പുത്രദുഃഖത്താൽ മരിക്കും, ഇതാണ് ശാപം. ഇത് കേട്ടപ്പോ ഗുരുനാഥൻ ചിരിക്കുകയാണ്. എന്ത്, എനിക്ക് ശാപം കിട്ടിയിട്ട് നിങ്ങൾ ചിരിക്കുകയാണ്? അപ്പോൾ പറഞ്ഞു, എന്താണ് മോനെ നിനക്ക് കിട്ടിയ ശാപം? പുത്രദുഃഖത്താൽ മരിക്കും. നീ ഇപ്പൊ കാട്ടുപോയതിനാ മക്കളില്ലാത്ത ബുദ്ധിമുട്ട് കിട്ടിയ ശാപം എന്താ? പുത്രദുഃഖത്താൽ മരിക്കും. എന്ന് വെച്ചാൽ പുത്രനുണ്ടാകുമെന്ന കാര്യം തീരുമാനം. വീഴ്ചകളെ അവസരങ്ങളാക്കുക. കുഴിയിൽ വീഴുന്നത് തെറ്റല്ല, കിടക്കുന്നതാണ് തെറ്റ്. കുഴിയിൽ ഇന്ന് വീണ കുഴി നാളെ വീഴുന്നത് തെറ്റാണ്. അതുകൊണ്ട് തന്നെ വീഴ്ചകൾ സ്വാഭാവികം, അതിനെ അവസരങ്ങളാക്കി തീർക്കുക. രാജാവ് ഋഷ്യശൃംഗ മഹിഷിയെ വരുത്തുന്നു, പുത്രകാമേഷ്ടി യാഗം നടത്തുന്നു, ഒരു കുടം ദിവ്യ ഔഷധം പായസം എന്നൊക്കെ നമുക്ക് കഥയിൽ ലഭിക്കുന്നു. ഇത് 1ാമത്തെ ഭാര്യയായി കൗസല്യ കൊടുക്കുന്നു. കൗസല്യക്ക് വേണമെങ്കിൽ മുഴുവൻ കിട്ടിയ, പക്ഷെ കാൽഭാഗം മാത്രം ഭക്ഷിക്കുന്നു. 2ാമത്തെ ഭാര്യ കൈയേൽപ്പിക്കുന്നു. മന്ദരെ കാണുന്നതിന് മുമ്പുള്ള കൈയെയും കണ്ടതിന് ശേഷമുള്ള കൈയെയും. ചില ആളുകളെ നമ്മൾ ജീവിതത്തിൽ കാണാം, ജീവിതം രക്ഷപ്പെടും. ചില ആളുകളെ ജീവിതത്തിൽ കാണരുത്, ജീവിതം നരകപ്പെടണം. ജീവിതത്തിൽ ചില ആളുകളെ കണ്ടുമുട്ടണം, ജീവിതം വഴിത്തിരിവിലേക്ക് വരും. കൈയെ മന്ദരെ കാണുന്നതിന് മുമ്പും കണ്ടതിന് ശേഷമുള്ള കൈയെയും നമ്മൾ വേർതിരിക്കണം. കൈയെ കാൽഭാഗം ഭക്ഷിച്ചു, സുമിത്രയ്ക്ക് കൊടുത്തു. സുമിത്ര 2 ഭാഗം ഭക്ഷിച്ചു. യഥാകാലം 3 ഭാര്യമാരും ഗർഭിണികളായി 3 പേർക്ക് 4 മക്കൾ കോസല സാമ്രാജ്യത്തിൽ അയോധ്യയിൽ പിറന്നു. കൗസല്യാദേവിക്ക് രാമൻ, കൈകേയിക്ക് ഭരതൻ. 2 ഭാഗം കഴിച്ചതുകൊണ്ടോ എന്തോന്ന് അറിയില്ല. സുമിത്രാദേവിക്ക് 2 മക്കളായി, ഇരട്ടക്കുട്ടികൾ, ലക്ഷ്മണനും ശത്രുഘ്നനും. ഒരു പൂ മാത്രം ചോദിച്ചു, ഒരു പൂക്കാലം നീ വന്നു എന്ന് പറഞ്ഞതുപോലെ ഒരു കുഞ്ഞിനെ ചോദിച്ച രാജാവിന് എത്ര കുട്ടികളെ കിട്ടി? 4 മക്കളെ കിട്ടി. അയോധ്യയും കോസല സാമ്രാജ്യവും സന്തോഷത്തിലാറാടി. മക്കളെ 3 പഠനങ്ങളാണ് രാജാവ് നടത്തുക. അന്നത്തെ എല്ലാ മക്കൾക്കും 3 പഠനങ്ങൾ കിട്ടി. അസ്ത്രശസ്ത്രവേദപഠനം. അസ്ത്രം ദൂരെ നിന്ന് ഉപയോഗിക്കുന്ന ആയുധങ്ങൾ, ശസ്ത്രം കയ്യിൽ പിടിച്ചുപയോഗിക്കുന്ന ആയുധങ്ങൾ, വേദം ആത്യന്തികമായ അറിവ്. ഇപ്പൊ 10 വയസ്സുള്ള നമ്മുടെ ഒരു കുട്ടി, ഈ കുഞ്ഞിന് നീന്താൻ അറിയാമോ? നീന്താൻ അറിയാമെങ്കിൽ ഈ കുട്ടി ഭാവിയിൽ ഒരു കലക്ടറായി 60ാമത്തെ വയസ്സിൽ വെള്ളത്തിൽ വീണു എങ്കിൽ നീന്തിപ്പോയി. 10ാമത്തെ വയസ്സിൽ പഠിച്ച നീന്താനുള്ള പാഠം ഒരിക്കലും മറക്കാത്ത പാഠമാണ്. അതിന്റെ പേരാണ് വിജ്ഞാനം. നമ്മൾ 10ാമത്തെ വയസ്സിൽ സൈക്കിൾ ചവിട്ടാൻ പഠിച്ചാൽ 50ാമത്തെ വയസ്സിൽ നമുക്ക് ബാലൻസിംഗ് കിട്ടില്ലേ? ബാലൻസ് കിട്ടും, സൈക്കിൾ ചവിട്ടി പോകുന്നതാണ്. ഒരിക്കൽ പഠിച്ചാൽ ഒരിക്കലും മറക്കാത്തത്, ഒരിക്കൽ പഠിച്ചാൽ ജീവിതാന്ത്യം വരെ കൂടെ ഉണ്ടാകുന്നത്, അത് കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി അല്ല. അത് പഠിക്കുന്നു മറക്കുന്നു, പഠിക്കുന്നു മറക്കുന്നു. 10ാം ക്ലാസ്സിൽ പഠിച്ചതൊന്നും +2 ഓർമ്മയുണ്ടാവില്ല, +2 പഠിച്ചൊന്നും ഡിഗ്രിക്കൊന്നും ഓർമ്മയുണ്ടാവില്ല. അത് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നതാണ്. പക്ഷെ നീന്താൻ പഠിച്ചാലും സൈക്കിൾ ചവിട്ടാൻ പഠിച്ചാലും 2 വയസ്സുള്ള കുട്ടിയോട് അമ്മ 1000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും, തീയുടെ അടുത്ത് പോകുമ്പോൾ തുടരുതേ തുടരുതേ എന്ന്. പക്ഷെ ഒരു ദിവസം അവൻ തൊടും, പക്ഷെ പിന്നെ ഒരിക്കൽ തൊടില്ല. തീയിൽ തൊട്ടാൽ അവൻ മനസ്സിലായി ഇത് കൊള്ളും. അത് വിജ്ഞാനമായി തീർന്നു. എന്താണോ ജീവിതാന്ത്യം വരെ കൂടെ ഉണ്ടാകുന്ന അറിവ്, അതിന്റെ പേരാണ് വിജ്ഞാനം. ഇതാണ് വേദം. ഹിന്ദുക്കളായ നമുക്ക് 4 വേദങ്ങളാണ്. വേദങ്ങൾ ആത്യന്തികമായ തത്വങ്ങളാണ്. സുഖത്തിലും ദുഃഖത്തിലും ലാഭത്തിലും നഷ്ടത്തിലും ജയത്തിലും പരാജയത്തിലും എങ്ങനെ ഒരു മനുഷ്യൻ ജീവിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുന്നത് ഹിന്ദുക്കൾ പ്രത്യേകമായിട്ട് പഠിക്കേണ്ട പാഠമാണ്. കാരണം 2014 കേരള സർക്കാരിന്റെ കണക്ക് പ്രകാരം 100 പേർ ആത്മഹത്യ ചെയ്യുമ്പോൾ 95 ഹിന്ദു, 4 ക്രിസ്ത്യാനി, 1 മുസ്ലിം. ഇതെന്റെ കണക്കല്ല, സർക്കാർ കണക്കാണ്. 100 പേർ ആത്മഹത്യ ചെയ്യുമ്പോൾ 95 ഹിന്ദു ആകുന്നത് ഹിന്ദുക്കൾക്ക് പുസ്തകങ്ങളിലാണ്. ബാക്കിയെല്ലാവർക്കും ഓരോ പുസ്തകമാണ്. നമുക്ക് 4 വേദം, 5 ഉപവേദം, 6 വേദാംഗം, 18 പുരാണം, 8 ഉപനിഷത്ത്, 2 ഇതിഹാസം, 64 കലകൾ.
ബാക്കിയെല്ലാം ഓരോ ദൈവമാണ്. നമുക്ക് ഒന്നും രണ്ടുമല്ല, കാളി, ഭദ്രകാളി, കുട്ടിച്ചാത്തൻ, കരിക്കുട്ടിച്ചാത്തൻ, ഗുരുവായൂരപ്പൻ, കാടാമൃഗം, സുബ്രഹ്മണ്യൻ തുടങ്ങി 33 ദൈവങ്ങൾ. എണ്ണിയാൽ തീരാത്ത ലുലു ഹൈപ്പർ മാർക്കറ്റിൽ കയറിയത് പോലെ സെലക്ഷൻ ഉണ്ട് നമ്മുടെ ദൈവങ്ങൾക്ക്. അമ്പലത്തിൽ പോകുന്നവർ പക്ഷേ ഹിന്ദുവാണ്, പോകാത്തവരും ഹിന്ദുവാണ്. മദ്യപിക്കുന്നതിന് മദ്യത്തോട് ഒരുപാട് പ്രിയമുണ്ട്. ഇത് തന്നെ ദൈവത്തിന് കൊടുക്കണമെന്ന് തോന്നിയാൽ ഗുരുവായൂരിനോട് കൊടുക്കാൻ പറ്റില്ല, പക്ഷെ അത് കുട്ടിച്ചാത്തന് കൊടുക്കാം. കള്ളുകുടിയനും നമ്മുടെ ധർമ്മത്തിൽ ഒരുപാട് സ്ഥാനങ്ങളുണ്ട്. ഇപ്പൊ കൊട്ടിയൂര്, കണ്ണൂർ ജില്ലയിൽ ഒരു മിനി ശബരിമലയായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഈ തീർത്ഥാടനത്തിൽ, ഈ വർഷത്തെ തീർത്ഥാടനമൊക്കെ ലക്ഷോപലക്ഷം ആളുകൾ പറഞ്ഞിരുന്നു. സുപ്രീം കോടതി ജഡ്ജി വന്നതോടുകൂടി സകല ജഡ്ജിമാർ വരാൻ തുടങ്ങി. സുപ്രീം കോടതി ജഡ്ജി വന്ന് ഞങ്ങൾ പോയിട്ടില്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്ന് കരുതി സകല ജഡ്ജിമാർ വരാൻ തുടങ്ങി. പക്ഷെ അവിടെ ഒരു ഹിന്ദു ഐക്യമുണ്ട്. അവിടെ നെയ് കൊണ്ടുവരേണ്ടത് നായനാണ്, അവിടെ ഇളനീർ കൊണ്ടുവരേണ്ടത് ഈഴവനാണ്, അവിടെ തേര് കൊണ്ടുവരേണ്ടത് കുറിച്ചനാണ്, അവിടെ പൂജ നടത്തേണ്ടത് നമ്പൂതിരിയാണ്. ജാതീയതയും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും കുലംകുത്തി വാഴുന്ന സമയത്ത് തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ള അവസ്ഥയിലൂടെ ഹിന്ദുക്കൾ ചിഹ്ന ഭിന്നമായി പോകുന്ന ഒരു കാലത്ത് കൊട്ടിയൂരിൽ ഇങ്ങനൊരു ആചാരം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അറിയാം. ഇന്ന് ജാതിയുടെ നമ്മളെ തെളിയിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ സുൽബി വേടന്മാരും ശ്യാംകുമാരന്മാരും നടന്നത്. ഇപ്പൊ രാമായണത്തിൽ വായിക്കാൻ തുടങ്ങിയപ്പോ ഡോക്ടർ ശ്യാംകുമാർ പറയുകയാണ്, ഞങ്ങൾ ദളിതന്മാർക്ക് വായിക്കാൻ. ആരാ ദളിതൻ? ദളിതൻ എന്ന സംസ്കൃത വാക്കിന്റെ അർത്ഥം പതിച്ചവല്ല, വീണ. സുപ്രീം കോടതി ആ വാക്ക് നിരോധിച്ചിട്ടുണ്ട്. ആ വാക്ക് പറയാൻ പാടില്ല. കാരണം വീണവനെ വീണെടുത്ത് കിടക്കുകയല്ല വേണ്ടത്, അവന്റെ കൈ പിടിച്ചുയർത്തണം. നിങ്ങൾ ദളിതൻ എന്ന് പറയുന്നത് ആരെയാണ്? നിങ്ങൾ പുലയനെയും പറയാനാണ് ദളിതൻ എന്ന് പറയുന്നത്. പുലയൻ പറയുന്നത് ദളിതനല്ല, ഹിന്ദു പുലയനാണ്, ഹിന്ദു പറയനാണ്, ഹിന്ദു നായരാണ്, ഹിന്ദു ഈഴവനാണ്, ഹിന്ദു നമ്പൂതിരിയാണ്. റിലീജിയൻ എന്ന കോളത്തിൽ ഹിന്ദു എന്ന് പൂരിപ്പിച്ചിട്ട് അപ്പുറത്താണ് വാല് പൂരിപ്പിക്കുന്നത്. ഒക്കെ ഹിന്ദുക്കളാണ്. പിന്നെ ആരാണ് ദളിതൻ? ഒരു ഹിന്ദു മതം മാറി ക്രിസ്ത്യാനിയായാൽ അവരെ വിളിക്കുന്ന പേരാണ് ദളിത് ക്രിസ്ത്യാനി. ഒരു ഹിന്ദു മതം മാറി മുസ്ലിം ആയാൽ അവരെ വിളിക്കുന്ന പേരാണ് ദളിത് മുസ്ലിം. അക്കൂട്ടത്തിലേക്ക് ഹിന്ദുക്കളെ ചെന്നടിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ഒരുപാട് കുബുദ്ധികളുണ്ട്. ദയവായി നമ്മൾ അതിൽ വീണ് പോകരുത്. അത് ശ്യാംകുമാർ പറയുകയാണ്, രാമായണം വായിക്കരുത്. കാരണം എന്താ? അത് ബ്രാഹ്മണന്റെ കാല് പിടിക്കാൻ പറയുന്നുണ്ട് എന്ന് നമ്മുടെ ബാലകാണ്ഡത്തിലുണ്ട്. കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ കരണാരുണാംബുജലീന പാംസു സഞ്ജയം മമ ചേതോദർപ്പണത്തിന്റെ മാലിന്യമെല്ലാം നീക്കി ശോധന ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേ. ബ്രാഹ്മണൻ എന്ന പേര് കേട്ടതും ഇയാളുടെ കിളിപോ. ആരാണ് ബ്രാഹ്മണൻ? സാത്വികസ്യ ബ്രാഹ്മണസ്യ ശമദമ ഇത്യാദീനി കർമാണി. അച്ഛനാണ് അമ്മയാരെന്ന് ചോദ്യമൊന്നുമില്ല. ശമം ദമം ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കാൻ കഴിവുള്ള ക്ഷമാശീലവും ബുദ്ധിശക്തിയുള്ള ഒരു നല്ല ശാസ്ത്രകാരന്റെ അധ്യാപകന്റെ പേരാണ് ബ്രാഹ്മണൻ. APJ അബ്ദുൽ കലാം ഇസ്ലാം മതം വിശ്വസിയല്ലേ? ഏറ്റവും നല്ല ബ്രാഹ്മണൻ ഒരാളാണ്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം, 4 വർണ്ണങ്ങൾ ഞാൻ ഉണ്ടാക്കി. ഗീതയിൽ ഭഗവാൻ പറയും, തൊട്ടടുത്ത വരിയിൽ കാര്യങ്ങൾ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഗുണകർമ്മ വിഭാഗശ. ഒരു വ്യക്തിയുടെ ഗുണത്തിന്റെയും അവൻ ചെയ്യുന്ന കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിൽ ഞാൻ 4 വർണ്ണങ്ങൾ ഉണ്ടാക്കി. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ആരാണ് ബ്രാഹ്മണൻ? ഞാൻ പറഞ്ഞ ഈ ഗുണമുള്ളവൻ. ആരാണ് ക്ഷത്രിയൻ? വീരശൗര്യ പരാക്രമം. ഇതിൽ ക്ഷത്രിയ ലക്ഷണം. നല്ല പോലീസ് ഓഫീസർ, നല്ല പട്ടാള ഓഫീസർ. ചോര രണ്ടാം പറഞ്ഞത്. ബ്രാഹ്മണനെ കൊണ്ടുപോയിട്ട് ഇന്ത്യ പട്ടാളത്തിൽ നടത്താൻ ഇന്ത്യ എപ്പോൾ തോറ്റു ചോദിച്ചാൽ മതി. അപ്പൊ ആലോചിച്ച് നോക്കൂ, കൊലപാതകം പാപമാണോ എന്ന് ചോദിച്ചാൽ സാമാന്യം പറയും കൊലപാതകം പാപമാണെന്ന്. പക്ഷെ നിങ്ങളുടെ ഈ നാട്ടിൽ നിന്ന് ആർമിയിൽ പട്ടാളത്തിൽ ഒരാളുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൽ അയാൾ 100 പാകിസ്ഥാൻ പട്ടാളക്കാരെ കൊന്നു. തിരിച്ച് ഈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിലേക്ക് വന്നാൽ നിങ്ങൾ അയാൾ സ്വീകരിക്കുമോ, അവാർഡ് കൊടുക്കുമോ? കാഞ്ഞങ്ങാടുകൾ താലപ്പൊലിയുമായിട്ട് നമുക്ക് സ്വീകരിച്ച് വലിയ വലിയ അവാർഡുകൾ കൊടുക്കും. ഇദ്ദേഹം എന്താ ചെയ്തത്? 100 ആളെ കൊന്നിട്ട് വന്നതാണ്. പക്ഷെ നാട്ടിൽ ലീവിൽ വന്നപ്പോൾ അയൽക്കാരുമായിട്ട് 2 സെന്റ് ഭൂമിയുടെ തർക്കമുണ്ടായ അയൽക്കാരെ കത്തിയെടുത്ത് കുത്തിക്കൊന്നു. നിങ്ങൾ കാഞ്ഞങ്ങാടുകൾ സ്വീകരണം കൊടുക്കുമോ? ഇല്ല. ചിലപ്പോൾ കോടതി അയാളെ കൂട്ടിക്കൊല്ലാൻ വിധിക്കും. ഇപ്പം രഞ്ജിത് ശ്രീനിവാസൻ എന്ന് പറയുന്ന RSS പ്രവർത്തകരെ കൊന്ന 16 പേർക്കാണ് കോടതി വധശിക്ഷ വിധിച്ചത്. ഒരാളെ കൊന്നിട്ട് 16 വധശിക്ഷ. ആ കൊലപാതകത്തിന്റെ ആ മരണമായ സ്വഭാവം കണ്ടിട്ടാണ് കോടതി അങ്ങനെ വിധിച്ചിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ നിങ്ങളുടെ കാസർഗോഡൊക്കെ ഒത്തിരി കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. എല്ലാവർക്കും വധശിക്ഷയൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരു വ്യക്തിയെ കൊന്നതിന്റെ പേരിൽ 16 ആളുകളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ ശരിയോ നമുക്ക് കാത്തുന്നതാണ്. അപ്പൊ കൊന്നതല്ല പ്രശ്നം, എന്തിനു വേണ്ടി കൊന്നു എന്നതാണ് പ്രശ്നം. ബ്രാഹ്മണരുടെ പാദങ്ങളെ പൂജിക്കണമെന്ന് പറയുമ്പോൾ ബ്രാഹ്മണനെ നിങ്ങൾ ഒരു ജാതിയായി കണ്ട പ്രശ്നമാണ്. ബ്രാഹ്മണൻ ഒരു ജാതിയല്ല, അതൊരു ഗുണമാണ്, അതൊരു കർമ്മമാണ്. ആലുവയിൽ ഒരു തന്ത്രവിദ്യാപീഠമുണ്ട്.
നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ ഈ പറയുന്ന ജാതിയെയും പറഞ്ഞ് നടക്കുന്നവരോട് പറയണം, നിങ്ങൾ രണ്ട് കുലയെയും പറയുകയും പാലനെയും വരികയും തരും. ഞങ്ങൾ ആലുവയിലെ തന്ത്രവിദ്യാപീഠത്തിൽ കൊണ്ടുപോയിട്ട് 6 മാസത്തെ ട്രെയിനിങ് നടത്തി അമ്പലത്തിലെ ശാന്തിക്കാരനാക്കി തിരിച്ചു. കുലയിലും പറയലും അമ്പലത്തിലെ ശാന്തിക്കാരനാകുവാൻ കഴിയുന്ന നാട്ടിൽ ഏത് ജാതീയതയാണ് ശാന്തകുമാർ പറയുന്നത്? ഏത് ജാതീയതയാണ് ശില്പി അവിടെ പറയുന്നത്? ജാതീയതയും ഉണ്ടായിട്ടുണ്ടോ? എല്ലാവരും എല്ലാവരെയും പീഡിപ്പിച്ചിട്ടുണ്ട്. നമ്പൂതിരി മാത്രം പറയാം. നമ്പൂതിരി ഏറ്റവും പീഡിപ്പിച്ചത് നമ്പൂതിരി തന്നെയാണ്. കാരണം 5 മക്കൾ വീട്ടിലുണ്ടെങ്കിൽ മൂത്തവർ മാത്രമേ കല്യാണം ഉള്ളൂ, ബാക്കിയൊന്നും കല്യാണമില്ല. നമ്പൂതിരി വീട്ടിലെ സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ലായിരുന്നു. ആ നമ്പൂതിരി വീട്ടിലെ സ്ത്രീകൾക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പുറത്തിറങ്ങിയ വിദ്യാഭ്യാസം ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ഒരു സുഭാഷിതം പറഞ്ഞിട്ടുണ്ട്: രൂപയൗവന സമ്പന്ന വിശാലകുല സംഭവ വിദ്യാഹീനാന ശോഭന്തേ ദീർഘന്ത ഇവക്കും സുഖ. വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ശ്ലോകമാണ്. രൂപം വളരെ സൗന്ദര്യമുള്ളതാണ്, യൗവനം സമ്പത്ത് ഒക്കെയുള്ളത്, വിശാലകുല സംഭവം അറിയപ്പെടുന്ന കുടുംബത്തിലാണ് ജനിച്ചത്. പക്ഷെ അറിവില്ലാത്തവളാണെങ്കിൽ, വിദ്യയില്ലാത്തവളാണെങ്കിൽ നിർഗന്ധം പോലെ നിർഗന്ധ മുരിക്കിന്റെ പൂവ് കാണാൻ ഭംഗിയ ആരും മുടിച്ചുവോ പൂജപ്പെടുത്തുവോ? മുരിക്കിന്റെ പൂ പോലെ ആയിത്തീരും. നമ്പൂതിരിയെ പീഡിപ്പിച്ചു. നമ്പൂതിരി വീട്ടിൽ നായരെ കേട്ടില്ല, നായരുടെ വീട്ടിൽ ഈടത്തെ കേട്ടില്ല. അവിടെ നിർത്തരുത്. ഈ പറയുന്ന ഈടത്തെ വീട്ടിൽ പുലയനെ കേട്ടിട്ടില്ല, പുലയനെ അവിടെ നിർത്തരുത്. പുലയന്റെ വീട്ടിൽ പറയുകയും കേട്ടിട്ടില്ല, പറയാൻ നിർത്തരുത്. അവരുടെ വീട്ടിൽ പാടത്തെ കേട്ടിട്ടില്ല. പുൽച്ചാടിയെ പുല്ല് പുൽച്ചാടി തിന്നു, പുൽച്ചാടിയെ തവള തിന്നു, തവളയെ പാമ്പ് തിന്നു, പാമ്പിനെ തീരി തിന്നു എന്ന് പറഞ്ഞതുപോലെ എല്ലാവരെയും പീഡിപ്പിച്ചിട്ടുണ്ട്. അത് നമ്പൂതിരിയുടെ തലയിൽ മാത്രം ഇട്ടച്ച് പോകരുത്. അന്ന് അമേരിക്കയിൽ അടിമ കച്ചവടം ഉണ്ടായിരുന്നു. മനുഷ്യന്റെ കഴുത്തിൽ കയറിട്ട് തെരുവോരങ്ങളിൽ വലിച്ചിരിച്ച് വിറ്റൊരു ചരിത്രം അമേരിക്കയിലുണ്ട്. അമേരിക്കയിൽ അടിമ കച്ചവടം ഇവിടെ നമ്പൂതിരിയെ കാണുമ്പോൾ പുലയെ ഓടി കൊടുത്താൽ മതി. പുലയുടെ കഴുത്തിൽ കയറിട്ട് വീട്ടിന്റെ പുറകിൽ കെട്ടിയിരുന്നില്ല. എന്നാൽ അമേരിക്കയിൽ മനുഷ്യന്റെ വീട്ടിന്റെ പുറകിൽ ആറുമാടുകളെ കെട്ടുന്നത് പോലെ കെട്ടിയിരുന്നു. ഇത് ശില്പികളെ പറയില്ല, ഇത് ശാന്തകുമാർ പറയില്ല. അരുൾസവും കൊടുകലിൽ വന്നിറങ്ങിയ വിവേകാനന്ദ സ്വാമി അതീവ സുന്ദരനാണ് സ്വാമിജി. ഇപ്പൊ സ്വാമിജിയുടെ കുതിരവണ്ടി തെളിയിക്കുന്നത് ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ നന്നായിട്ട് ശ്രീകൃഷ്ണന്റെ ഭജന പാടുന്നു. ഇത് കേട്ടപ്പോൾ സ്വാമിജി കൽപ്പന, സ്വാമിജി പറഞ്ഞു എന്റെ പൊന്നു ക്രിസ്ത്യാനി പഠിച്ചു. അപ്പൊ പറയാൻ എന്റെ പൊന്നു സ്വാമി, ഞാൻ 2 കൊല്ലം കൊലയിലാക്കി. അന്നീ നമ്പൂരിയെ കാണുമ്പോൾ ഓർമ്മ, ഞാൻ മാമോദിസം മുഖി ക്രിസ്ത്യാനിയാക്കിയപ്പോൾ ഇതേ നമ്പൂരിയുടെ വീട്ടിൽ കാര്യസ്ഥനാക്കിയത്. തൊട്ടുകൂടാത്തവൻ മതം മാറി മുസ്ലിമോ ക്രിസ്ത്യാനിയോ ആയാൽ അവരെ അതേ തറവാട്ടിലെ കാര്യസ്ഥനാക്കുന്ന അവസ്ഥാവിശേഷം കണ്ടപ്പോൾ കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഈ ഭ്രാന്താലയത്തെ തീർത്ഥാടകത്തിലേക്ക് കൊണ്ടുവരുവാൻ ആചാര്യന്മാർ വേണം. പിന്നെ ആചാര്യന്മാരുടെ ഒരു പരമ്പര തന്നെയാണ്. ശ്രീനാരായണ ഗുരുദേവൻ, ചട്ടമ്പിസ്വാമി തിരുവടികൾ, മഹാത്മാ അയ്യങ്കാളി, മന്നത്ത് പത്മാവൻ, ടി കെ മാധവൻ, പണ്ഡിറ്റ് ആശ്രമ കുമാരദാസൻ, സഹോദരയ്യപ്പൻ, ഡോക്ടർ പൽപ്പു എണ്ണിയാലും നവോത്ഥാന നായകന്മാരും ചിന്തകന്മാരും ആചാര്യന്മാരും വന്ന് ഹിന്ദുവിന്റെ തൊട്ടുകൂടായ്മ എണ്ണിക്കൂടായ്മ അങ്ങോട്ട് പരിഹരിച്ചു. അല്ലെങ്കിൽ ഈ പറയുമ്പോൾ ഒരു വിപ്ലവം അവിടെ നടന്നിട്ടില്ല. വിപ്ലവമൊക്കെ ഹിന്ദുക്കൾ നടത്തിയ വിപ്ലവം. 24 ലങ്കൻ സത്യാഗ്രഹം, 31 ഗുരുവായൂർ സത്യാഗ്രഹം, 36 ക്ഷേത്ര പ്രവേശനം. തിരുവിതാംകൂർ മഹാരാജാവ്, നമ്മൾ കേരളത്തിലെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിളിക്കുന്നില്ലേ? മൊത്തം വിളിക്കാൻ പറ്റില്ല, തിരുവിതാംകൂർ മാത്രമേ വിളിക്കാൻ പറ്റില്ല. തിരുവിതാംകൂർ മഹാരാജാവ് തന്റെ രാജ്യത്തെ അനന്തപത്മാവിന്റെ പാദങ്ങളിൽ വെച്ച് നമസ്കരിച്ച് രാജ്യം ഭരിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് ദൈവത്തിന്റെ സ്വന്തം നാടായി അത് മാറിയത്. നമ്മൾ മൊത്തത്തിലാവില്ല, സാമൂഹികമായി ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞത് രാമായണത്തെ കുറിച്ച് പറയുമ്പോൾ ഈ ബ്രാഹ്മണ മേധാവിത്വം, ദളിതൻ എന്നൊക്കെ പറഞ്ഞ വിഷയങ്ങൾ കൊണ്ടുവരുമ്പോൾ രാമായണം വായിക്കുന്ന നമ്മൾ, രാമായണം പഠിക്കുന്ന നമ്മൾ ഇന്നൊരു കാര്യം മനസ്സിലാക്കണം. രാമായണം എഴുതിയതല്ല രത്നാകരൻ, കാട്ടാളൻ വാൽമീകമായി മാറി. വാൽമീകം മൺകുറ്റ് തപസ് ചെയ്ത് രാമമന്ത്രങ്ങൾ ജപിച്ച് മൺകുറ്റിനുള്ളിൽ മൂടിപ്പോയ ആ രത്നാകരൻ വാൽമീകിയായി മാറിയപ്പോൾ ആ വാൽമീകിയുടെ ഉള്ളിൽ നിന്ന് വന്ന രാമന്റെ കഥയാണ് വാൽമീകി രാമായണം. 24,000 പുസ്തകമാണ്, 7 കാണ്ഡം. അത്ര വലിയ രാമായണം ആലോചിച്ചത് 24,000 പുസ്തകം. ഇനി ഹിന്ദുക്കളുടെ അടിസ്ഥാന ഗ്രന്ഥമാണ് വേദം. വേദത്തിൽ 4 പകുത്തവന്റെ പേരെന്താ? വേദവ്യാസൻ. അദ്ദേഹത്തിന്റെ ശരിയായ പേരെന്താ? കൃഷ്ണദ്വൈപായനൻ. കൃഷ്ണൻ
നമ്മുടെ നാട്ടിൽ വേറെ ചർച്ചയുണ്ട്. കഴിഞ്ഞ ചീഫ് സെക്രട്ടറി പറയാം, എന്റെ തൊലി കറുത്തു പോയത് കൊണ്ട് എല്ലാവരും ബഹുമാനിക്കുന്നില്ല. അങ്ങനെയുണ്ടോ ഭാരതത്തിൽ? നമ്മുടെ ഒരു ദൈവത്തിന്റെ പേര് പോലും കറുത്തവനാണ്. കൃഷ്ണൻ. കൃഷ്ണൻ കറുത്തനാണോ? കൃഷ്ണൻ എന്ന സംസ്കൃതവാക്യം കറുത്തനാണ്. കറുപ്പ്. കറുത്ത വർണ്ണത്തോടൊപ്പം ആരോ അവൻ കൃഷ്ണൻ. 9ാമത്തെ അവതാരം മഹാവിഷ്ണു 9ാമത്തെ കൃഷ്ണൻ. എന്താ കറുത്തന്റെ രൂപം? പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ചില വ്യാഖ്യാനങ്ങൾ വരുന്നു. ആ കൃഷ്ണൻ ദ്വൈപായനൻ ദ്വീപിൽ ജനിച്ച അരയത്തി പെണ്ണിന്റെ മകൻ, സത്യമെന്ന മുക്കുവ സ്ത്രീയുടെ മകനാണ് ഹിന്ദുവിന്റെ വേദങ്ങളെ 4 പകുതിയാക്കിയത്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിങ്ങനെ 4 പകുതി നമുക്ക് നൽകി. എവിടെയായിരുന്നു ജാതീയത എന്ന് കൂടെ? ഇതൊക്കെ പിന്നീട് വന്നാണ് ഹിന്ദുക്കളായിട്ട് പരിഹരിച്ചു. ഇന്ന് അത് വെച്ചുകൊണ്ട് ഹിന്ദുവിനെ ജാതീയതയിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ പരിശ്രമിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സജ്ജനങ്ങൾ ഓർക്കുക, നമുക്ക് സമുദായങ്ങളുണ്ട്. അത് കല്യാണം കഴിക്കുമ്പോൾ മാത്രം നമ്മൾ നോക്കുന്ന ഒരവസ്ഥയാണ്. ഇപ്പൊ ഞങ്ങളുടെ വടകര മേഖലയിലൊക്കെ ഇപ്പൊ നായരും വീടൊക്കെ ഒന്നിച്ച് കല്യാണം കഴിക്കുന്നത് അറേഞ്ച് മാരേജ്, പ്രേമവുമില്ല. കാരണം പെണ്ണുകാരില്ല. എവിടെ നിന്ന് കിട്ടുമെങ്കിൽ അതൊക്കെ അത് നോക്കി കല്യാണം കഴിക്കുന്നു. ജാതി ഒന്നും അത്ര വലിയ പ്രാധാന്യപൂർണ്ണമായിട്ട് തിരുവിതാംകൂർ ജാതി ഇപ്പോഴും വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ മലബാർ അതിന് വളരെ വില കുറഞ്ഞു വരികയാണ്. അങ്ങനെ വരണം. കാരണം ഹിന്ദു ഉണ്ടെങ്കിലേ നായരുള്ളൂ, ഹിന്ദു ഉണ്ടെങ്കിലേ നമ്പൂരിയുള്ളൂ, കടലുണ്ടെങ്കിലേ തിരയുള്ളൂ. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവും. ഒരു കാലത്ത് നായരും നമ്പൂതിരിയും പുലയനും പകയുമായി വേർതിരിഞ്ഞ് നിന്നവർ തമ്മിലടിച്ചപ്പോൾ നമ്മുടെ ധർമ്മത്തിൽ ഒരുപാട് ചുതികൾ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മളത് തിരിച്ചറിഞ്ഞു. നോക്കൂ, ഇന്ന് പുലയനും പറയുന്നു നായർക്കും നമ്പൂരിക്കും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും BJP-ക്കാരും ഒരു ശബരിമല, ഒരു വൈക്കം, ഒരു കാടാമ്പുഴ. എന്തൊരു അഭിപ്രായ വ്യത്യാസമാണ്. ഒരിടത്തും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അങ്ങനെ പോകുവാൻ കാരണക്കാരനാരാണ്? ശ്രീരാമനാണ്. രാമനാണ് അതിന്റെ കാരണക്കാരൻ. അങ്ങനെ 4 രാജകുമാരന്മാരെ അസ്ത്രശസ്ത്ര വേദ പഠനത്തിലൂടെ വളർന്നു വന്നു. രാമനൊരു 14 വയസ്സ് 15 വയസ്സ് പ്രായമായപ്പോൾ ഒരു ദിവസം രാമനെ കാണുവാൻ വേണ്ടി വിശ്വാമിത്ര മഹർഷി കൊട്ടാരത്തിൽ രാമനോട് പറഞ്ഞു. രാമ ദശരഥനോടാണ് പറയുന്നത്, നിങ്ങൾ മകൻ രാമനെ വിട്ടുതരണം, എനിക്ക് കുറച്ചാളുകളെ കൊല്ലാനുണ്ട്. യജ്ഞം യാഗം നടത്തുമ്പോൾ താടക, സുബാഹു, മാരീചൻ തുടങ്ങിയ രാക്ഷസന്മാർ വന്നിട്ട് ഞങ്ങളുടെ യജ്ഞവും യാഗവും മുടക്കി കളയുന്നു. എന്താണ് പ്രിയമുള്ളവരെ യജ്ഞം യാഗം? ഇതൊന്നും എന്റേതല്ല എന്ന് പറഞ്ഞ് തിരിച്ചു പ്രകൃതിക്ക് കൊടുക്കുന്നതാണ് യാഗം. രാമനെ എഴുന്നേറ്റ് ഒരു ഹിന്ദു ഭൂമിയെ തൊട്ട് വന്ദിച്ച് ഭൂമിയോട് മാപ്പ് പറയുന്നു. സമുദ്രവസലേ ദേവി പർവ്വത സ്തനമണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വതേ. ഈ ഭൂമി എന്റെ അമ്മയാണ്. ഭാരതമാതാവിനെ ആരാധിക്കുന്ന വലിയ പ്രശ്നമല്ലേ? ഭാരതമാതാവ് ഏതോ പെണ്ണുകൾ സാരി ഉടുത്തെന്നൊക്കെ നമ്മുടെ മന്ത്രി പറയുന്നത്. അങ്ങനെ ഏതോ പെണ്ണുകൾ സാരി ഉടുത്തതല്ല ഭാരതമാതാവ്. മാതാവിന്റെ സങ്കല്പങ്ങളൊന്നും അവർക്കറിയില്ല, അതിന്റെ പ്രാധാന്യവും അവർക്കറിയില്ല. ആലോചിച്ച് ഹിന്ദുക്കൾ സംരക്ഷിക്കപ്പെടേണ്ട സകലതിനെയും അമ്മയുടെ രൂപത്തിലാണ് കണ്ടിരിക്കുന്നത്. നാം ജനിക്കുന്നതും ജീവിക്കുന്നതും മരിച്ചാൽ ചേരുന്നതും ഈ മണ്ണിലായതുകൊണ്ട് ഈ മണ്ണിനെ അമ്മയായിട്ട് കണ്ടു. അതുകൊണ്ട് രാമനെ ഭൂമിയെ തൊട്ട് വന്നിച്ചൊരു ശ്ലോകം പറയുന്നത് സമുദ്രത്തെ വസ്ത്രമാക്കിയത്, പർവ്വതങ്ങൾ സ്ഥലമായി ധരിച്ചത്. വിഷ്ണുവിന്റെ പത്നിയായ ഭൂമി ദേവി, നിനക്ക് നമസ്കാരം. അമ്മേ, എന്റെ പാദസ്പർശം ക്ഷമിച്ചാൽ. ഭൂമിയിൽ ചവിട്ടാതെ ജീവിക്കുവാൻ സാധ്യമല്ലാത്തതുകൊണ്ട് ഭൂമിയെ തൊട്ട് വന്നിച്ച് ഭൂമിയോട് മാപ്പ് പറഞ്ഞ് അങ്ങനെ ജീവിക്കുന്ന ഹിന്ദു വെള്ളം കിട്ടാത്ത ലോകത്തെ കുറിച്ച് ചിന്തിക്കുവാൻ സാധ്യമല്ലാത്തതുകൊണ്ട് വെള്ളം കിട്ടുന്ന സകല സ്രോതസ്സുകളെയും അമ്മയെ കണ്ടു. കടലിനെ കടലമ്മയെന്ന് വിളിച്ചു, ഗംഗയെ ഗംഗാ മാതാവെന്ന് വിളിച്ചു. അമ്മയുടെ മുലപ്പാലിനൊപ്പം നാം കുടിച്ചു വളർന്ന പാല് പശുവിൻ്റെതായത് കൊണ്ട് പശുവിനെ ഗോമാതാവെന്ന് വിളിച്ചു. അപ്പോഴാണ് ചോദ്യം, പശുവിന്റെ അമ്മയാണെങ്കിൽ മൂലിന്റെ അച്ഛനാണോ? അവഹേളിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ, പശുവിനെയാണ് അമ്മയായത്. അമ്മയുടെ മുലപ്പാലിനൊപ്പം നാം കുടിച്ചു വളർന്ന പാല് പശുവിൻ്റെതായത് കൊണ്ട് വിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ പശുവിന് അമ്മയുടെ സ്ഥാനത്തെ നൽകിയാൽ ഇത് പശു അറിയോ? നമ്മൾ പോയിട്ട് ആലോചിച്ചിട്ട് പശുവിനെ അമ്മയെന്ന് കേട്ടിട്ടാലോ പശുവിന് തൊഴിൽ ചെയ്യും, പശുവിന് അറിയില്ല. ഇത് മനുഷ്യന്റെ ഭാഗമാണ്. നോക്കൂ, നമ്മുടെ വീട്ടിൽ അമ്മയുണ്ട്, ഭാര്യയുണ്ട്, സഹോദരിയുണ്ട്, മകളുണ്ട്. ആർക്കാണ് കുഞ്ഞിനെ ജനിപ്പിക്കുക? പുരുഷൻ ഭാര്യയിലാണ്. എന്നാൽ ഒരു പട്ടിക്ക് ബോധമുണ്ടാവും, ഒരു പൂച്ചയ്ക്ക് ബോധമുണ്ടാവും. അതാണ് മനുഷ്യന്റെ സവിശേഷത. ബ്രഹ്മാവലോക ദൃശ്യമാണ്. കാര്യത്തെ കണ്ടാൽ കാരണം ചോദിക്കുന്ന വിശേഷ ബുദ്ധി. ആ വിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ ജീവിത ക്രമങ്ങളെ രൂപീകരിച്ചു. അങ്ങനെ രൂപീകരിച്ചപ്പോൾ ഭാരതത്തിൽ കുടുംബ സംവിധാനത്തിലാണ് ആ ജീവിത വ്യവസ്ഥ രൂപപ്പെടുന്നത്.
എന്നും കുടുംബമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അച്ഛൻ, അമ്മ, മക്കൾ, അച്ഛൻ്റെ അച്ഛൻ, അച്ഛൻ്റെ അമ്മ, ഇങ്ങനെയുള്ള ഒരു കുടുംബ സംവിധാനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കൊറോണ വളർന്നു വെച്ചപ്പോൾ ഇറ്റലിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കാൻ കാരണം മരിച്ചതുകൊണ്ട് പ്രായമാളുകളാണ്. അവിടെ 60 വയസ്സ് കഴിഞ്ഞാൽ വീട്ടിൽ ഒരാൾ താമസിക്കില്ല, എല്ലാവരും ഓൾഡ് ഏജ് ഹോമുകളിലേക്ക് സ്വയം പോകും, അല്ലെങ്കിൽ മക്കളുണ്ടാകും. വൃദ്ധസദനങ്ങൾ നമ്മുടെ നാട്ടിൽ കൂടി വരുന്നുണ്ട് എങ്കിൽ അത് നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ല. ഇവിടെ നമ്മൾ കുടുംബത്തോടൊപ്പം ജീവിക്കുന്നു. മുത്തശ്ശനും മുത്തശ്ശിയും 90 വയസ്സുള്ള മുത്തശ്ശന്റെ അരിയിൽ 85 വയസ്സുള്ള മുത്തശ്ശി കിടന്നുറങ്ങുന്നത് കാണാം. അത് ഭാരതത്തിലെ കുടുംബ സങ്കല്പം അങ്ങനെയായതുകൊണ്ടാണ്. അപ്പോഴാണ് ആ കുടുംബ സങ്കല്പത്തെ ഊട്ടി ഉറപ്പിക്കുന്ന രാമനോട് വിശ്വാമിത്രൻ പറയുന്നു, കാട്ടിലേക്ക് വരണം. രാമനും വിശ്വാമിത്രനും ലക്ഷ്മണനും കാട്ടിലെത്തുന്നു. ആദ്യം വരുന്നത് സുബാഹുവും മാരീചനുമാണ്. സുബാഹുവിനെ ഒരു ബാണം കൊണ്ട് തീർന്നു. മാരീചന്റെ പിറകിൽ അമ്പേ. അന്ന് ഓട്ടാണ് മാരീചൻ. പിന്നീട് ഘോരരൂപിണി താടക ഭയങ്കരി വരുന്നു. വൻമല ചിറകറ്റ് വീഴുന്നത് പോലെ അവിടെ നെഞ്ചിലേക്ക് അമ്പെയ്ത് രാമൻ അവിടെയും വരുന്നു. അങ്ങനെ എന്നെയും യാഗത്തെയും രാമൻ രക്ഷിക്കുന്നു. തുടർന്ന് രാമന്റെ പൂർവികരെ കുറിച്ച് പഠിപ്പിക്കാൻ വിശ്വാസം. രാമ, നിന്റെ പൂർവികരാണ്. അപ്പൊ നമുക്കെല്ലാം നമ്മുടെ അച്ഛന്റെ പേരാണ്. എനിക്കിപ്പോ എന്റെ അച്ഛന്റെ പേരാണ്. അച്ഛന്റെ പേരാണ്. പക്ഷെ മുപ്പന്റെ അച്ഛന്റെ പേര് എനിക്കറിയാം. നിങ്ങൾ പറയും നിങ്ങളുടെ അച്ഛന്റെ പേര്, അച്ഛന്റെ പേര്, അയാളുടെ അച്ഛന്റെ പേര് അറിയില്ല. എന്നാൽ രാമന് 30 തലമുറയുടെ ചരിത്രമാണ്. ബ്രഹ്മാവിന്റെ മകൻ, വിഷ്ണുവിന്റെ മകൻ ബ്രഹ്മാവിന്റെ മകൻ മരീചി. അങ്ങനെ തുടങ്ങി രഘു, സത്യവ്രതൻ, ത്രിശങ്കു, മഹാരാജാവിന്റെ പുത്രൻ ദശരഥ മഹാരാജാവിന്റെ പുത്രനാണ് ഞാനെന്ന് തിരിച്ച് വാർത്തത് രാമന് 30 തലമുറ പുറകിലേക്ക് അറിയാവുന്ന പൂർവികരുടെ ചരിത്രം കൂടിയാണ് രാമായണം. അങ്ങനെ പൂർവികരെ കുറിച്ചെല്ലാം പറഞ്ഞു കൊടുത്തതിനു ശേഷം രാമൻ പ്രകൃതിയെ കുറിച്ചും ഭൂമിയെ കുറിച്ചുള്ള ക്ലാസുകൾ നൽകിയതിനു ശേഷം രാമനോട് പറയുന്നു, രാമ, നിനക്ക് വിവാഹപ്രായമായിരിക്കുന്നു, കല്യാണം കഴിയും. അന്ന് കല്യാണം സ്വയംവരം. സ്ത്രീക്ക് ഇഷ്ടമുള്ള പുരുഷനെ തിരഞ്ഞെടുക്കാം. ജാതക ദോഷം അന്നില്ല. നമ്മൾ ഈ ഹിന്ദുക്കൾ വിശ്വാസികളാണ്, ജാതക വിശ്വാസത്തിൽ നമുക്കുണ്ട്. ഞാൻ കല്യാണം കഴിക്കുമ്പോൾ ജാതകം നോക്കിയിട്ടുണ്ട്. പക്ഷെ ചെറിയൊരു കുഴപ്പമില്ല. ജാതക ദോഷത്തിന്റെ പേരിൽ 5 ലക്ഷത്തോളം ഹിന്ദു പെൺകുട്ടികൾ കല്യാണം കഴിക്കാതെ കേരളത്തിൽ. എന്ന് വെച്ചാൽ 2 പ്രസവിച്ചിരുന്നു എങ്കിൽ തന്നെ 10 ലക്ഷം കുട്ടികളുടെ ജന്മത്തിന് തടസ്സമായിട്ടൊരു വിശ്വാസം നൽകി. ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ ജ്യോതിഷ സമൂഹത്തോട് അവരോട് നമുക്ക് വലിയ ബഹുമാനവരാണ്. അവരോട് പറയാറുണ്ട്, നിങ്ങൾ ഇതിനൊരു പരിഹാരമാണ്. നിങ്ങൾക്ക് 10 കൊല്ലം കഴിഞ്ഞിട്ട് കബഡി നിരത്തണമെങ്കിൽ ഇവിടെ ഹിന്ദുക്കൾ ഉണ്ടാകും. അത് അവർ മനസ്സിലാക്കണം. നിങ്ങളുടെ ജീവിതം ജ്യോതിഷമാണ്. ആ ജ്യോതിഷത്തെ ശാസ്ത്രീയമായിട്ട് പഠിച്ചവരുണ്ട്, പഠിക്കാത്തവരുണ്ട്. അതിനെ മനഃശാസ്ത്രപരമായി സമീപിക്കുന്ന ഒരുപാട് ജ്യോതിഷന്മാരുണ്ട്. എനിക്കറിയാം, എന്റെ ഒരു സുഹൃത്തായ ജ്യോതിഷനുണ്ട്, നല്ല സൈക്കോളജിസ്റ്റാണ്. ജീവിതത്തിൽ ഒത്തിരി പ്രോബ്ലംസ് ആയിട്ട് ഒരാൾ കഴിഞ്ഞാൽ അപ്പോഴൊക്കെ അവിടെ നോക്കുക ഇപ്പൊ ശരീരശാണ്. പക്ഷെ രാജയോഗം വരാൻ പോകുന്നു. ഈ ജലത്വം 3 കൊല്ലം കഴിക്കും. അപ്പൊ ആ 3 കൊല്ലം എന്താവും? കാമൻ പ്രായക്കാരുടെ ജീവിക്കും. 3 കൊല്ലം കഴിഞ്ഞാൽ എനിക്ക് അവരുടെ ആത്മഹത്യ എന്തായാലും 3 കൊല്ലം കഴിഞ്ഞാൽ എന്റെ ഈ നമ്മൾ ലോട്ടറി എടുക്കുന്നുണ്ടാ പ്രതീക്ഷയല്ലേ? ലോട്ടറി എടുക്കുന്ന പ്രതീക്ഷയ്ക്കാണ്. ഇന്നത്തെ നാളെ ലോട്ടറി അടിക്കുവാനും ഒരിക്കലും ലോട്ടറി എടുക്കുന്ന ആളുകളാണ് കൂടുതലുള്ളൂ. വളരെ അപ്പുറത്തെ ആളുകൾക്ക് ലോട്ടറി. അപ്പൊ മനുഷ്യൻ ജീവിക്കുന്നത് പ്രതീക്ഷകളാണ്. മനുഷ്യൻ നാളെക്കുറിച്ചുള്ള നല്ല ഭാവോത്മകമായ ഒരു കാഴ്ചപ്പാടാണ് മനുഷ്യ ജീവിതം രൂപപ്പെടുന്നത്. അപ്പൊ ജ്യോതിഷം എന്ന് പറയുന്നത് മനഃശാസ്ത്രപരമായ സമീപനം കൂടിയാണ്. പക്ഷെ ഒരു ഗ്രഹത്തിന്റെ പേരിൽ 5 ലക്ഷം കുട്ടികളെ കല്യാണം തുടങ്ങിയെങ്കിൽ കാലം നിങ്ങളോട് കണക്ക് നോക്കിക്കും. അപ്പൊ അതിന് മറുപടി നിങ്ങൾ ഒന്നും പറയേണ്ടി വരും. ഒരിക്കൽ ചിന്മയാനന്ദ സ്വാമിയുടെ സ്റ്റേജിലിട്ടുണ്ട് ഹിന്ദു വോട്ട് ബാങ്ക് ഉണ്ടാകുന്നത്. അതായത് വാർഡ് മെമ്പർ മുതൽ പ്രധാനമന്ത്രി വരെ ആരായിരിക്കണമെന്ന് ഹിന്ദുക്കൾ തീരുമാനിക്കും. ഹിന്ദുവിന് പണി കൊടുക്കുന്ന ഒരുത്തരെയും ഹിന്ദുക്കൾ തെരഞ്ഞെടുക്കരുത്. നമ്മുടെ MLA, നമ്മുടെ MP, നമ്മുടെ വാർഡ് മെമ്പർ, ഈവൻ നമ്മുടെ പ്രധാനമന്ത്രി വരെ നമ്മുടെ ധർമ്മത്തിനെതിരെ പ്രവർത്തിക്കുന്നവരാകരുത്. ശബരിമലയെ നടത്തുന്ന ഒരാളെ മക്കളായി തെരഞ്ഞെടുക്കരുത്. ഇതെല്ലാം കഴിഞ്ഞപ്പോ കുറെ പത്രക്കാർ സ്വാമി വീട്ടിൽ കൂടി സ്വാമിയോട് പറഞ്ഞു, സ്വാമി നിങ്ങൾ എന്ത് വാക്കാ പറഞ്ഞത്? ഈ ലോകാസംസ്ഥാ സുഖിനോ ഭവന്തു എന്നൊക്കെ പറയുന്ന നിങ്ങൾ ഹിന്ദു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ശരിയാണോ? സ്വാമി ചിരിച്ചോട് പറഞ്ഞല്ല കൊണ്ടുപോകുന്നേ.
ഈ ലോക സമസ്ത സുഖിനോ ബൗദ്ധം എന്നൊക്കെ പറയാൻ കുറച്ച് ആളുകൾ ഇവിടെ ബാക്കിയാവണ്ടേ? ഇത് വേറെ ആരോ പറയാ. ഹിന്ദു അല്ലാതെ മറ്റാരാ ലോക സമസ്ത സുഖിനോ ബൗദ്ധം പറയാം? മുസ്ലിം പറയാൻ പറ്റുമോ? ഖുർആൻ വായിക്കൂ, പറയാൻ പറ്റുമോ? നിങ്ങൾ പറയും, നിങ്ങൾ ബൈബിൾ വായിക്കൂ. അവർക്ക് ലോക സമസ്ത സുഖിനോ ബൗദ്ധം പറയാൻ പറ്റുമോ? പറ്റില്ല. ഓൺലിയാണ് എന്റേത് മാത്രമാണ് ശരിയെന്ന് പറയുന്ന പദങ്ങൾ ഭാരതം ഓൾസോ ആണ്. ആകാശാത് പതിതം തോയം വിധാവിച്ചതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതികരിച്ചതി. വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് പതിക്കുന്ന കോടാനുകോടി മഴത്തുള്ളികൾ എങ്ങനെ അരുവിയിലൂടെ നദിയിലൂടെ ഒഴുകി ഏകമാകുന്ന സാഗരത്തിൽ എത്തിച്ചേരുന്നുവോ സർവദേവ നമസ്കാരം. നിങ്ങൾ ഏത് ദൈവത്തെ വേണമെന്ന് ആവശ്യിച്ചോ കേശവം പ്രതികരിച്ചത്. ഒരു ഏകമാകുന്ന ഈശ്വരൻ വന്നു ചേരുമെന്ന് പറയുന്നവരാണ് ഹിന്ദുക്കൾ. അതുകൊണ്ട് നമുക്ക് ദൈവങ്ങളുടെ എണ്ണം 10 കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അത്രയും വിശാലമായ ഒരു കാഴ്ചപ്പാടിന്റെ ഉടമകളാണ് നമ്മൾ. അപ്പോഴാണ് രാമനോട് പറയുന്നത് സ്വയംവരം. ആരെയാണ് നീ കല്യാണം കഴിക്കാൻ പോകേണ്ടത്? സീതയെ. സീത എന്നാൽ ഉഴവുചാൽ, ഭൂമിയുടെ മകളായിട്ട് ഉഴവുചാൽ ലഭിച്ചു. ജനക മഹാരാജാവിന്റെ പുത്രിയായതുകൊണ്ട് അവൾ ജാനകിയായി. വൈദേഹത്തിന്റെ രാജകുമാരി ആയതുകൊണ്ട് അവളെ വൈദേഹി എന്ന് വിളിക്കുന്നു. അവളുടെ കല്യാണം ശൈവചാപം എടുത്ത് കുലച്ചു പൊടിയാണ്. ശിവന്റെ വില്ലെടുത്ത് കുലച്ചു പൊടിയാണ്. നടക്കുന്ന കാര്യമാണ്. പലരും ശ്രമിച്ചു, നടന്നില്ല. പക്ഷേ രാമൻ അനായാസ ഇടത് കൈകൊണ്ട് ശൈവചാപത്തെ ഉയർത്തി വലത് കൈകൊണ്ട് ഞാണ് വലിച്ചപ്പോൾ ചാപം 2ആയി ഒടിഞ്ഞു. ആ ശബ്ദം കേട്ടുമ്പോ സീത രാമന്റെ കഴുത്തിൽ മാലയിട്ടു. അന്ന് മുതൽ രാമന്റെ പേര് മാറി സീതാറാം എന്നായിരുന്നു. പാശ്ചാത്യര് അവരുടെ ഭാര്യയുടെ പേര് പറയാ ആണിന്റെ പേര് എന്താ എന്ന് വെച്ചാൽ മിസിസ് ട്രംപ്. ട്രംപിന്റെ ഭാര്യയുടെ പേരെന്താ എനിക്കറിയില്ല. മിസിസ് ഒബാമ, ഒബാമയുടെ ഭാര്യയുടെ പേര്. അതായത് ഭർത്താവിന്റെ പേരിൽ അറിയപ്പെടുവാനാണ് അവരുടെ പേര്. ഇത് കേട്ടപ്പോ നമ്മൾ പറഞ്ഞു മിസിസ് മേനോൻ, മേനോന്റെ ഭാര്യ. മേനോന്റെ ഭാര്യയുടെ പേര് കാർത്തികേയന. കാർത്തികേയനി ഒരിക്കലും കാർത്തികേയനി എന്ന പേരില്ല. പക്ഷെ ഭാരതം പറഞ്ഞു രാധാകൃഷ്ണൻ, സീതാരാമൻ, ഉമാമഹേശ്വരൻ, പാർവതി പരമേശ്വരൻ, ലക്ഷ്മി നാരായണൻ. എന്റെ പ്രിയപ്പെട്ട അമ്മമാരെ, പെങ്ങന്മാരെ, നിങ്ങളെ പോലെ ഭാഗ്യം ചെയ്ത സ്ത്രീ സംഖ്യ ഇവിടെ നിങ്ങളെ പോലെ ധാരാളം പെൺകുട്ടികൾ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, ഒരാളോട് വിടുക. നിങ്ങൾക്ക് അമ്പലത്തിൽ പോകാതിരിക്കാം. ഞാൻ എല്ലായിടത്തും പറഞ്ഞ് പോരടിച്ച ഒരു സംഭവം. ഞങ്ങൾ കോട്ടയത്തേക്ക് പോയി. അപ്പൊ താനൂരിലെത്തിയപ്പോ 3 പെൺകുട്ടികൾ ഞങ്ങളുടെ ട്രെയിനിൽ ഓപ്പോസിറ്റ് വന്നു. 2 ഹിന്ദു പെൺകുട്ടികളും ഒരു മുസ്ലിം പെൺകുട്ടി. മുസ്ലിം പെൺകുട്ടി തട്ടം ഇങ്ങനെ വലിച്ച് താഴ്ത്തുന്നത് അവരുടെ മുടി ഞങ്ങൾ കാണാതിരിക്കാം. അതൊന്നും കയറി ചൊറിയാൻ പറ്റില്ല. അവരുടെ വിശ്വാസം. നമ്മൾ എതിർക്കുന്നത് ഈ മുഖം പറഞ്ഞതിനാണ്. മുഖം പറഞ്ഞാൽ ആണോ കൊണ്ടുവന്ന് മനസ്സിലാക്കി. അങ്ങനെ കാസർഗോഡ് വല്ലാതെ കൊണ്ട് കൂടി നെറ്റുള്ളൂ. ആണാണോ പെണ്ണാണോ മനസ്സിലാക്കി. ഒരു നിമിഷം നമ്മുടെ മക്കളെ ചിന്തിക്കുക. അങ്ങനത്തെ ഒരു വേഷം ഒരു ദിവസം തരട്ടെ, അതുകൊണ്ട് കോളേജിൽ പോകും. അപ്പം മനസ്സിലാവും നിങ്ങൾക്ക് ഹിന്ദുവായതിന്റെ വാല്യൂ. ഹിന്ദു പെൺകുട്ടി തൊട്ടടുത്തിരിക്കുന്നുണ്ട്. പാൻറ് ഇട്ടിട്ടുണ്ടോ? ഇട്ടിട്ടില്ല വെച്ചാൽ ഇട്ടിട്ടില്ല. മൊത്തം കയറി പറഞ്ഞു. അതിലും കയറി ചൂടിയാൻ തന്നെയാണ്. അത് അവരുടെ സ്വാതന്ത്ര്യം. നിങ്ങൾ ഈ സെൻസാരി കൊടുക്കുന്ന പോലെ അവരുടെ പാൻറ് എടുക്കേണ്ട സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഈ പാൻറ് ചോദ്യം ഹിന്ദു ആയിട്ട് അഭിമാനിക്കാൻ ഇപ്പൊ എന്താ ഉള്ളത്? എന്റെ പൊന്നു മോളെ, നിനക്ക് ആ പാൻറ് ഇട്ടാണെങ്കിൽ ഹിന്ദു കുട്ടിയായി. ഇവിടെ പാൻറ് വാങ്ങിയിട്ടുണ്ടോ? ഇവിടെ ഹിന്ദുക്കൾ ഭൂരിപക്ഷം ആയിരിക്കും. കാണുമെന്ന് ഞാൻ പറയില്ല, പക്ഷേ യൂട്യൂബിലുണ്ട്. 14 വയസ്സുള്ള ഒരു കുട്ടിയുടെ കൈവെട്ടുന്ന മാരകമായ ദൈവം താലിബാൻ. ആ കുട്ടി ചെയ്ത തെറ്റുകളുടെയോ സ്കൂളിൽ പോകാൻ സ്കൂളല്ലോ. അതേ പെൺകുട്ടികൾ പുറത്തുനിന്ന് തന്നെ. ആ പെൺകുട്ടികളുടെ വീട്ടിൽ നൈൻ പോളിഷിട്ടോ നൈൻ പോളിഷിട്ടോ ഇത് ചാരന്മാർ അറിയിച്ചു. പബ്ലിക് വേദിയിൽ കൊണ്ടുവന്ന് സ്ത്രീയെ നമ്മുടെ താലിബാൻ തെരുവിൽ കൊണ്ടുവന്നിട്ട് ആളുകൾ കണ്ടില്ലെങ്കിൽ ഒരു മുട്ടിയുടെ മുകളിൽ, മരമുട്ടിയുടെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു വാള് കൊണ്ട് കുട്ടിയുടെ കൈ കൊണ്ടുമ്പോൾ ഈ പത്തി ചിതറി അങ്ങ് തെറിച്ചു പോവാണ്. രക്തം ഇങ്ങനെ പമ്പിയൊന്ന് ഉമ്മ എന്ന് പറഞ്ഞ് അലറി വിളിച്ചുകൊണ്ട് ആ ഉമ്മയ്ക്കൊപ്പം ഓടുന്ന ഒരു രംഗമുണ്ട്. ഒരു തോണി നദി കടന്നുകൊണ്ടിരിക്കുക. കുറെ ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരു പന്നിയുണ്ട്. പന്നി ഇടത്തോട്ട് ചാടി, തോണി ഇടത്തോട്ട് മറിയാൻ പോയി. പന്നി വലത്തോട്ട് ചാടി, തോണി വലത്തോട്ട് മറിയാൻ പോയി. അപ്പൊ യാത്രക്കാർ പറഞ്ഞോടോ, നല്ല പന്നി കാണി നമ്മളെല്ലാം വെള്ളത്തിലാവുമല്ലോ, പന്നിയോടൊന്ന് പറയും. അപ്പൊ പന്നിയുടെ മുതലാളി പറഞ്ഞു, ഞാൻ പറഞ്ഞ പന്നി കേൾക്കില്ല. അപ്പൊ കൂട്ടത്തിൽ പണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ പ്രശ്നം ഇപ്പൊ പരിഹരിക്കാം. എല്ലാവരും ഒരു പന്നിയെ പൊക്കൂ, എല്ലാവരും പന്നിയെ പൊക്കി എടുത്ത് വെള്ളത്തിലെറിയും.
വെള്ളത്തിലെറിഞ്ഞു. പന്നി കുറേ സമയം നദിയിൽ തോണിക്ക് പിന്നാലെ പോയി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ എല്ലാവരും പന്നിയെ പൊട്ടി കോണിയിലിടുന്നു വന്നു. എല്ലാവരും പിടിച്ച് പന്നിയെ പൊട്ടി കോണിയിലിട്ടു. പിന്നെ ഒരു കുഴപ്പമില്ല. പന്നി ശ്വാസം കഴിക്കുകയല്ലെന്നല്ലാതെ ഓട്ടമോ ചാട്ടമോ ഒന്നുമില്ല. അപ്പൊ നാട്ടിൽ ചോദിച്ചു, അല്ലയോ പണ്ഡിത, എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അപ്പോൾ പണ്ഡിതൻ പറഞ്ഞു, വെള്ളത്തിൽ വീഴുന്നതിന് മുമ്പ് പന്നിക്കറിയില്ലായിരുന്നു വീണാനുള്ള ബുദ്ധിമുട്ട്. ഇപ്പൊ പന്നിക്കാര്യം മനസ്സിലായി. ഹിന്ദുവിന്റെ സ്വാതന്ത്ര്യത്തെ ഉപയോഗിച്ച് ഹിന്ദുവിനെ അങ്ങോട്ട് ഒരുപാട് അങ്ങോട്ട് കളിയാക്കുന്ന 10 കുട്ടികളെ പിടിച്ചിട്ട് 10 ദിവസം അഫ്ഗാനിസ്ഥാൻ ഇടുക, ഇങ്ങെടുക. നല്ല കുട്ടികൾ. സ്വാതന്ത്ര്യം ഓവറായിരുന്നില്ല, മറ്റുള്ളവർക്ക് തീരെ കുറഞ്ഞു പോയി.